സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കഥാമയം ഭാഗവതാഭിധാനാം ഹരേതനും തേ ചരിതൈസ്ത്വതീയൈഃ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുതമാരുദേശ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ജ പാർവതീം. സദാശിവസമാരംഭാത് ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതത്തിലെ 4-ാം സ്കന്ധത്തിലെ ദക്ഷയാഗ ചരിത്രമാണ് പ്രഭാഷണത്തിനായിട്ട് വച്ചിരിക്കുന്നത്. അതിൻ്റെ ഒടുവിൽ ദക്ഷയാഗ ചരിത്രം കേട്ടാൽ വായിച്ചാലുള്ള ഗുണം എന്താ? നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ, ഇതുകൊണ്ട് എന്താ ഫലം എന്നറിഞ്ഞാലേ പുറപ്പെടുകയുള്ളൂ. അതിൻ്റെ ഫലശ്രുതിയാണ് അവസാനത്തെ ശ്ലോകം. ഇതം പവിത്രം പരമേശചേഷ്ടിതം യശസ്യമായുഷ്യം അഘൗകമരിഷണം യോ നിത്യദാകർണ്യനരോനുകീർത്തയേൽ ധുനോത്യകം കൗരവ ഭക്തിഭാവതാം. അതാണ് ഫലശ്രുതി. ഇത് പ്രത്യേകമായിട്ട് ദക്ഷയാഗ ചരിത്രം അനുസ്മരിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ, പരിപാവനമായിട്ടുള്ള ഒന്ന്, അഘൗകമരിഷണം പാപഹരമായിട്ടുള്ള ഒന്ന് ഭക്തിയോടെ കേട്ട് കീർത്തനം ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ സർവപാപങ്ങളും നശിക്കും. വായിച്ചാളുടെ മാത്രമല്ല കേട്ട ആളുടെയും നശിക്കും നാം. അതാണ് ഇങ്ങനൊരു ഫലശ്രുതി ഭാഗവതത്തിലല്ലാണ്ട് കാണാനില്ല. ഭാഗവത മഹാത്മ്യം പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട്, മറ്റ് അനുഷ്ഠാനങ്ങളെ കൊണ്ടൊന്നും ഭാഗവതധർമ്മത്തിന് തുല്യമായിട്ടുള്ള ഫലം ഇല്ല എന്നാണ്. അതാണ് അന്യധർമ്മൈ അലം എന്ന് ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. ശ്രോതാവിനും വക്താവിനും തുല്യഫലം കിട്ടുക, അത് ഭാഗവതധർമ്മത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റ് കർമാനുഷ്ഠാനങ്ങളെ കൊണ്ട് അങ്ങനെ സംഭവിക്കില്ല അതാണ്. ഇപ്പോൾ ഗണപതി ഹോമം കഴിക്കണ ആൾക്ക് കഴിപ്പിച്ച ആൾക്ക് കണ്ട് തൊഴുത ആൾക്ക് ഒക്കെ ഒരേ ഫലമാവുമോ? എന്നാൽ പിന്നെ ആരും കഴിക്കില്ല, അതില്ല. അതാണ് അന്യധർമ്മൈഹി, മറ്റൊരനുഷ്ഠാനങ്ങളെ കൊണ്ട് കിട്ടില്ല. ശ്രോതാവും വക്താവിനും ഒരേ ഫലമാണ്, മാറ്റമൊന്നുമില്ല എന്നർത്ഥം. പരീക്ഷിത്ത് രാജാവ് ശ്രീശുകൻ്റെ മുഖത്തുനിന്ന് ഭാഗവതം കേട്ടു. പരീക്ഷിത്ത് എത്തിയത് എവിടെയാ? ശ്രീശുകൻ്റെ അടുത്ത് തന്നെ എത്തിയത്, മാറ്റമൊന്നുമില്ല. അതാണ് അലം അന്യധർമ്മൈഹി, മറ്റ് അനുഷ്ഠാനങ്ങളെ കൊണ്ടൊന്നും ഈ ഫലം കിട്ടില്ല, ഭാഗവധർമ്മം കൊണ്ട് മാത്രമേ ആവുള്ളൂ. അപ്പോൾ ഈ ദക്ഷയാഗ ചരിത്രം അനുസ്മരിച്ച് കഴിഞ്ഞാൽ വായിച്ചാക്കും കേട്ടാക്കും അഘൗകമരീഷണം സർവപാപഹരമായിട്ടുള്ള ഒന്നാണ് എന്നർത്ഥം. എന്നുവെച്ചാൽ മനഃശുദ്ധിക്കുള്ളതാണ് എന്നാണ് അർത്ഥം. ഇപ്പോൾ തിരുനാവായിൽ മാഘവ്രതസ്നാനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഭാഗ്യമായി മള്ളിയുരുപ്പ് അതേറെ കേമായിട്ടുള്ളൊരു സ്നാനമാണ്, ഗംഗയാണ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. സാക്ഷാ മഹാദേവൻ പ്രദേശങ്ങളോട് പറയുമ്പോൾ നമുക്കിനി കേൾക്കാൻ, ഇനി വായിക്കേണ്ട ഭാഗം. പ്രദേശങ്ങളോട് പറയുന്നുണ്ട്, എൻ്റെ കൈവശം 2 ഗംഗയുണ്ട് എന്നാണ്. ഓഹോ, ഇപ്പോൾ ചോദിച്ചു അത്രേ, ഒരു ഗംഗയുണ്ടെന്ന് അറിയാതെ തലയിൽ വെച്ചിട്ടുണ്ട് ഒരെണ്ണം. അധാനഘാംഗ്രേ തവ കീർത്തി തീർത്ഥയോ അന്തർബഹിസ്നാന വിദൂതവാത്മനാം. 2 ഗംഗ, ഒന്ന് ശിരസിലാണ്. അതാണല്ലോ ഗംഗാധരൻ എന്ന് മഹാദേവന് പേരുണ്ടായത്. അപ്പോൾ പ്രദേശം ചോദിച്ചു, എന്തിനീ തലയിൽ ഒരെണ്ണം വച്ചേക്കണ, ഷവർ പോലെ ഫിറ്റ് ചെയ്തേക്കുക, എന്താ അത്? ദേഹശുദ്ധിക്ക് അതില്ലാണ്ട് നിർത്തിയില്ല എന്നാണ്. പക്ഷെ അതിലേറെ കേമായിട്ട് മറ്റൊന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ
അതേതാ എന്ന് ചോദിച്ചു. അതാണ് അധാനഘാംഗ്രേതവ കീർത്തിതീർത്ഥയോ അന്തർബഹിസ്നാന വിദൂതപാത്മനാം. ഏതാ അത്? ഗുരുവായൂരപ്പൻ്റെ കഥാഗംഗ നാവും തുമ്പത്ത് ഉണ്ടതാം. അതെന്തിനാന്ന് ചോദിച്ചു. പറഞ്ഞു അത്രയും മനഃശുദ്ധിക്ക്. ഇതല്ലാണ്ട് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പം തിരുനാവായിൽ മുങ്ങിയാൽ ഭാഗവതത്തിൻ്റെ മുമ്പിൽ മുങ്ങിക്കഴിഞ്ഞാൽ മനഃശുദ്ധിയാണ് എന്നർത്ഥം. അപ്പം ഏത് ഗംഗയ്ക്കാ മഹാത്മ്യം കൂടാന്ന് ആലോചിച്ച് നോക്കുക. ബ്രഹ്മദേവൻ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പറഞ്ഞ് ശൃംഖലാബന്ധമായിട്ട് സ്തുതിക്കുമ്പോൾ ആ സ്തുതിയുടെ ഒടുവിലത്തെ സുഖത്തിൽ പറയുന്നുണ്ട് തീർത്ഥദ്വയം നാം. കൃഷ്ണാവതാരം കൊണ്ട് അങ്ങ് ഭൂമിക്ക് 2 ഗംഗയെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഏതാന്ന് ചോദിച്ചാൽ പാദതീർത്ഥമാകണ ഗംഗ ആണല്ലോ. ഗുരുവായൂരപ്പൻ്റെ പാദതീർത്ഥമാണല്ലോ ഗംഗ എന്ന് പറഞ്ഞാൽ. എന്നാൽ കൃഷ്ണാവതാരം കൊണ്ട് അതിലേറെ കേമമായിട്ടുള്ള ഒരു തീർത്ഥം കൂടി കൊടുത്തു. തീർത്ഥദ്വയം എന്നല്ലേ. അപ്പോൾ രണ്ടാമത്തെ തീർത്ഥം ഏതാ എന്ന് ചോദിച്ചു. പറഞ്ഞു അത്രേ കഥാതീർത്ഥം. ഇതാണ് കാലാന്തരത്തിങ്കൽ ചിലപ്പോൾ ഗുരുവായൂരപ്പൻ്റെ പാദതീർത്ഥമായിട്ടുള്ള ഗംഗാതീർത്ഥത്തിന് കുറവ് പറ്റിയെന്ന് വരാം നാം. എന്നുവെച്ചാൽ മാലിന്യങ്ങൾ വന്നാൽ കുറവാവുമല്ലോ, സംശയമൊന്നുമില്ല. പക്ഷെ കുറവ് വരാണ്ടിരിക്കാനാണ് സജ്ജനങ്ങൾ സ്നാനം ചെയ്യണത്. നമ്മൾ പോയി കുളിച്ചാൽ നമ്മുടെ പാപം മുഴുവൻ അവിടെ വീഴാണ് അല്ലേ. സജ്ജനങ്ങൾ വന്ന് കുളിക്കുമ്പോഴോ നമ്മുടെ പാപമൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യാണ്. അതാണല്ലോ തീർത്ഥസ്ഥാനം കൊണ്ട് പാപം തീരും എന്ന് പറയാൻ കാരണം അതാണ്, വെറുതെ അല്ലാതെ അർത്ഥം. അപ്പോൾ ഇവിടെ കാലാന്തരത്തിൽ ചിലപ്പോൾ ഗുരുവായൂരപ്പൻ്റെ പാദതീർത്ഥമാകുന്ന ഗംഗാതീർത്ഥത്തിന് കളങ്കം പറ്റിയെന്ന് വരാം. പക്ഷെ ബ്രഹ്മാവ് പറഞ്ഞത് എന്താണെന്നറിയോ? ഒരിക്കലും കളങ്കം പറ്റാത്ത ഒന്നാണ് അവിടുത്തെ കഥാതീർത്ഥം. അതിനൊരിക്കലും ഒരു മാലിന്യം വരില്ല. അപ്പോൾ നോക്കൂ, അത്ര മാഹാത്മ്യമാണ്. അപ്പോൾ തിരുനാവായിലെ നിള ആരതി അവിടുത്തെ സ്ഥാനം മാഘവ്രത സ്ഥാനത്തിൻ്റെ ഘട്ടമാണല്ലോ. അതിനേക്കാൾ കേമായിട്ടാണ് വള്ളിയൂർ സാക്ഷാൽ ഗണപതി ഭഗവാൻ നമുക്കൊരു സ്ഥാനം നൽകിയിരിക്കുന്നത്. മനഃശുദ്ധിക്കുള്ള സ്ഥാനമാണ് ഭാഗവത തീർത്ഥത്തിൽ മുങ്ങാൻ സാധിക്കുക. ഇതാണല്ലോ പ്രയാഗ് എന്നാണല്ലോ പറയുക. ബദരിയിൽ പോയിട്ടുണ്ടെങ്കിൽ നിശ്ചയമുണ്ട്. കർണപ്രയാഗ്, രുദ്രപ്രയാഗ് എന്നൊക്കെ കേൾക്കണില്ലേ. തീർത്ഥങ്ങളുടെ സംഗമത്തിനാണല്ലോ പ്രയാഗ് എന്ന് പറയാം. അതാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ പ്രത്യേകിച്ച് ഭക്തന്മാർ ഭാഗവത ഉത്തമന്മാരുടെ സാന്നിധ്യം കൊണ്ടുള്ള ഒന്ന്, പിന്നെ കഥയാകണമെന്ന്. അപ്പോൾ പ്രയാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആ രംഗത്ത് 4-ാം സ്കന്ധത്തിലെ ആദ്യത്തെ കഥാഭാഗമാണ് അനുസ്മരിക്കാൻ പോവുക. ശ്രീമദ് ഭാഗവതത്തിൻ്റെ മർമ്മപ്രധാനമായൊരു സ്കന്ധമാണ് 4-ാമത്തെ സ്കന്ധം. അവിടെ പ്രധാനപ്പെട്ട 4 കഥകളാണ് വിതുരമൈത്രേയ സംവാദ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട 4 കഥകളാണ് വിതുരമൈത്രേയ സംവാദമായിട്ടാണ് വർണ്ണിക്കുന്നത്. പ്രധാനപ്പെട്ട 3 സംവാദങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിൽ. ഒന്ന് ശ്രീശുക പരീക്ഷിത് സംവാദം, സൂത ശൗനക സംവാദം, പിന്നെ വിതുര മൈത്രേയ സംവാദം. ഇതാണ് ഭഗവത്പരമായിട്ടുള്ള അറിവിനെ നമുക്ക് സംവാദ രൂപത്തിൽ നൽകുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. സംവാദം ചർച്ച ചെയ്ത് ഉരുത്തിരിഞ്ഞ ജ്ഞാനം, അതിനാണ് സംവാദം എന്ന് പറയുക. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഞാൻ തിരുത്തി പറഞ്ഞ ടി വിയിലുണ്ടല്ലോ തിരുമേനി സംവാദം. അത് സംവാദം അല്ല കേട്ടോ, അത് പാരപ്പണിയാണ്. അതല്ല സംവാദം. സംവാദം എന്ന് പറഞ്ഞാൽ ഉരുത്തിരിഞ്ഞ ജ്ഞാനം അതാണല്ലോ. ഉവാച എന്ന് വെച്ചാലോ ഉരുത്തിരിഞ്ഞതാണ് അർത്ഥം. അത് ഉരുവിട്ടു എന്നല്ലേ അർത്ഥം വാക്കിന്. അപ്പോൾ കടഞ്ഞെടുത്ത ജ്ഞാനം, ആ കടഞ്ഞെടുത്ത ജ്ഞാനം പൂർണ്ണമാണെങ്കിൽ ഇവിടെ കേട്ടില്ലേ പിന്നെ പേടി ഉണ്ടാവില്ല. അതാണ് ഇപ്പോൾ നമുക്ക് പേടി വരാൻ കാരണം എന്താ? ഈ കടഞ്ഞെടുത്ത സാധനം കൈവശമില്ല. അമ്പും തുമ്പായിട്ട് അവിടെ ഇവിടെയൊക്കെ കുറേ ഉള്ളൂ. ആ പ്രശ്നത്തർത്ഥം. വെണ്ണയായാൽ വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കെടുക്കില്ലേ, മോരിലിട്ടാലോ പൊങ്ങിക്കെടുക്കല്ലേ. അതാണ് കടഞ്ഞെടുത്ത സാധനം. അതുകൊണ്ടല്ലേ അതുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഇല്ലാണ്ട് വന്നപ്പോൾ ഇന്ന് നമുക്ക് ഭയം, അതേപോലെ വല്ലാണ്ട് ദുഃഖം. എന്താ കാരണം? വല്ലാണ്ടുള്ള അറ്റാച്ച്മെൻ്റാണ് പ്രശ്നം. അതങ്ങോട്ട് വിട്ട് കടഞ്ഞെടുത്ത ഈശ്വരജ്ഞാനം കൈവശം ഉണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ പേടി ഉണ്ടാവില്ല. ദ്വിതീയാൽ ഭയം ദ്വിതയം. അതാണല്ലോ പരീക്ഷത്തിന് കൊടുത്ത ജ്ഞാനം. അതാണ് ഏത് കടിക്കാവൻ നക്ഷകനും ചൈതന്യമാണ്. ഞാനും അത് രണ്ടെണ്ണങ്ങളിലേ പേടിയുള്ളൂ, അതില്ല ഒന്നേ ഉള്ളൂ. കുഞ്ഞുണ്ണി മാഷ്ട കവിതയെ പറയുന്നുണ്ട്,
ഒന്നായാൽ നന്ന്. എത്ര സത്യം അദ്ദേഹം പറഞ്ഞത്. രണ്ടാകുമ്പോഴാണ് പ്രശ്നം, ഒന്നായാൽ പിന്നെ പേടിക്കാനില്ല. അപ്പോൾ ഇവിടെ 4-ാം സ്കന്ധം മർമ്മപ്രധാനമായ സ്കന്ധം. 4 കഥകൾ, 4 പുരുഷാർത്ഥങ്ങളെയാണ് ഇവിടെ വ്യാസൻ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പകർന്നു നൽകണത് എന്നർത്ഥം. ഒന്ന് ദക്ഷയാഗം, അർത്ഥം അനർത്ഥം ആകരുത്. അപ്പോൾ അർത്ഥം എന്ന പുരുഷാർത്ഥത്തെ സംബന്ധിക്കുന്നതാണ് ദക്ഷയാഗം. ഞാൻ അടുത്ത പറയാൻ പോണ ധ്രുവചരിതല്ലേ, അത് കാമം എന്ന പുരുഷാർത്ഥമാണ്. പിന്നെ പ്രഥു അവതാരം ധർമ്മം എന്ന പുരുഷാർത്ഥത്തിൻ്റെ പ്രതീകം അല്ലേ. രാമസദാമിവ എന്ന് പ്രഥു ചരിതത്തിൻ്റെ ഒടുവിൽ കൊടുത്തിട്ടുണ്ട്. രാമനെ പോലെ, രാമൻ ധർമ്മത്തിൻ്റെ ആളല്ലേ. അപ്പം ധർമ്മം എന്ന പുരുഷാർത്ഥത്തിൻ്റെ പ്രതീകമായിട്ട് പ്രഥുചരിതം. പിന്നെ 4-ാമത്തെ പുരുഷാർത്ഥം മോക്ഷം, അതിൻ്റെ പ്രതീകമാണ് നാരദ പ്രാചീന ബർഹി സംവാദം പുരഞ്ജനോപാഖ്യാനം. 4 പുരുഷാർത്ഥങ്ങളെ 4 കഥാരൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സ്കന്ധമാണ് 4-ാം സ്കന്ധം എന്ന് പറഞ്ഞ്. ഇവിടെ ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ദേവഹൂതിയുടെ ചരിതമാണല്ലോ. സ്വയംഭു മനുവിന് 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളാണ്. അതിൽ ദേവഹൂതിയുടെ ചരിത്രമാണ് വിസ്തരിച്ച് തൃതീയത്തിൻ്റെ ഒടുവിൽ പരാമർശിച്ചുകൊണ്ടിരുന്നതെങ്കിൽ, പിന്നെ ദേവഹൂതിക്ക് ശേഷമുള്ള സഹോദരിമാരുടെ കല്യാണ കഥ പറഞ്ഞുകൊണ്ടാണ് 4-ാമത്തെ സ്കന്ധം വിസർഗലീലകൾ വർണ്ണിക്കുന്ന സ്കന്ധത്തിൻ്റെ ആരംഭം. വിസർഗം എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട സൃഷ്ടികൾ ആണ്. ആദ്യം ഇപ്പോൾ പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അന്ധകരണങ്ങൾ, അതിൻ്റെയൊക്കെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് സർഗലീലകളായിട്ട് തൃതീയ സ്കന്ധം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി വിശേഷണ എന്ന് പറയുമ്പോൾ ചരാചരങ്ങളുടെ സൃഷ്ടികളെക്കുറിച്ചാണ് പറഞ്ഞത് എന്നർത്ഥം. എൻ്റെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി മാഹാത്മ്യങ്ങളാണ് പരാമർശിക്കുന്നത്. അതിലിവിടെ മനുവിൻ്റെ മകള് ദേവഹൂതിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ആരംഭം. അല്ല, ദേവഹൂതിക്ക് ശേഷം സഹോദരി ആകുന്ന ആഹൂതിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ആഹൂതിം രുചയെ പ്രാദാദഭി ഭ്രാതമതി നൃപ പുത്രികാധർമ്മം ആസത്യ ശതരൂപാനുമോദിതാം. ആഹൂതി എന്നു പേരാകുന്ന മനുവിൻ്റെ മകള് ദേവഹൂതിയുടെ സഹോദരിയാണല്ലോ. ആ ആഹൂതിയെ രുചി പ്രജാപതിക്ക് കല്യാണം കഴിച്ചു കൊടുത്തുതാം. ആ കല്യാണത്തിനൊരു പ്രത്യേകതയുണ്ട്. പുത്രികാധർമ്മം ആസത്യ ശതരൂപാനുമോദിത. വിവാഹങ്ങൾക്ക് പല പല സമ്പ്രദായങ്ങൾ ഉണ്ട്. അത് പറയണമെങ്കിൽ മനുസ്മൃതി നോക്കണം. മനുസ്മൃതിയിൽ 8 തരത്തിൽ കല്യാണ സങ്കല്പങ്ങൾ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടില്ലേ, കല്യാണം വേണ്ടാന്ന് പറഞ്ഞിരിക്കുക. പിന്നെ ഇനിയിപ്പോൾ ഞാൻ അത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ 8 തരത്തിലാണ് എന്നർത്ഥം. അതാണ് ബ്രാഹ്മം, പ്രാജാപത്യം, പൈശാചികം, രാക്ഷസീയം തുടങ്ങിയിട്ടുള്ള 8 വിധികൾ. അതിലൊക്കെ വിശേഷപ്പെട്ട ഒന്നാണ് ആപദ്ധർമ്മ വിധിയാണ് പുത്രികാധർമ്മം എന്ന് പറഞ്ഞത്. അത് പറഞ്ഞാൽ മനസ്സിലാവോ? പുത്രികാധർമ്മം അതൊരു ആപദ്ധർമ്മമായിട്ടാണ് വിധിയിൽ പറയുമ്പോൾ ആപദ്ധർമ്മമായിട്ട് ഇങ്ങനെ സ്വീകരിക്കാം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പോൾ മുത്തശ്ശിമാർക്കൊക്കെ നിശ്ചയം ഉണ്ടാവും. ഈ പശുവിനെയൊക്കെ വളക്കാൻ കൊടുക്കാറില്ലേ പഴയ കാലത്ത്? പശുവിനെ വളക്കാൻ കൊടുക്കുമ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, കുട്ടിയുണ്ടായ ഇങ്ങോട്ട് തന്നോളം. അതാണ് പുത്രികാധർമ്മം. അപ്പോൾ ഇവിടെ മകളെ രുചിപ്രജാപതി കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഒരു വ്യവസ്ഥ വച്ചിട്ടുണ്ട്, ഉണ്ണിയെ ഇങ്ങോട്ട് തന്നോളണം. അതിനാണ് പുത്രികാധർമ്മം. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ മകനെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് കല്യാണം കഴിച്ചു കൊടുക്കാം മകളെ. അത് ഔരസപുത്രൻ ഉണ്ടെങ്കിൽ ആവശ്യമില്ല സ്വതവേ. പക്ഷെ ഇവിടെ അതിന് സൂത്രമാണ്. എന്താണെന്നറിയോ? ഇവിടെ മകനായിട്ട് പറക്കാൻ പോണത് ആരാ? യജ്ഞൻ. ഭഗവാന്റെ അവതാരമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ അവതാരമൂർത്തി അങ്ങോട്ട് കിട്ടാനുള്ള സൂത്രമാണെന്നർത്ഥം. പുത്രികാധർമ്മം അനുസരിച്ച് ആ ആഹൂതിയെ രുചി പ്രജാപതിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ഇതാണ് അതിൽ മിഥുനം ബ്രഹ്മവർച്ചസ്വീ പരമേണ സമാധിന ഇരട്ടകളുണ്ടായി. മിഥുനം എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ, ഇരട്ടകള കുട്ടികളായിട്ട് പിറന്നു. അതാണ് യജ്ഞൻ ആൺകുട്ടിയായിട്ട്, ദക്ഷിണ പെൺകുട്ടിയായിട്ടാണ്. യജ്ഞൻ വിഷ്ണുവിൻ്റെ അവതാരം, ദക്ഷിണ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഏതായാലും അങ്ങനെ
ആ മകനെ യജ്ഞനെ സ്വീകരിച്ചു എന്നാണ് രുചി പ്രജാപതി. പിന്നെ താമസമില്ലാണ്ട് ആ യജ്ഞൻ ദക്ഷിണയെ വിവാഹം ചെയ്തു എന്നാണ്. അങ്ങനെയാണ് പ്രത്യേകിച്ച് അത് അരുതാത്തതാണെങ്കിലും ആപദ്ധർമ്മമായിട്ടാവാം. ഇവിടെ സഹോദരി സഹോദരന്മാർ തമ്മിൽ വിവാഹം പാടില്ല എന്നാണ് നിയമം. പക്ഷെ ഇവിടെ ലക്ഷ്മിയും വിഷ്ണുവാണ്, അവതാരമാണല്ലോ, അതുകൊണ്ടാവാം നിലയിൽ സ്വീകരിക്കേണ്ടായി ഇതാണ്. അതിൽ പ്രത്യേകിച്ച് പിന്നെ പറഞ്ഞത് പ്രസൂതി എന്നു പേരാകുന്ന മകള് ദേവഹൂതിയുടെ സഹോദരിയാണല്ലോ. ദക്ഷപ്രജാ വിവാഹം ചെയ്തു. അതിൽ 16 പെൺകുട്ടികളാണ് ഉണ്ടായത് ഇതാണ്. ഈ 16 പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ 16 പേരല്ല, 16 ഗുണങ്ങളാണ് വാസ്തവത്തിൽ എന്ന് പറഞ്ഞാൽ. 16 പെൺകുട്ടികളിൽ 13 പേരെ ധർമ്മദേവന് കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ സ്വധയെ പിതൃക്കൾക്ക്, സ്വാഹയെ അഗ്നിദേവന്, സതീദേവിയെ കൈലാസവാസിയാകുന്ന മഹാദേവനാണ് വിവാഹം ചെയ്തത് ഇതാണ്. അതിൽ ധർമ്മദേവൻ്റെ ഇവിടെ പറയണ്ടല്ലോ, ത്രയോദശ അധധർമായ തദേക അഗ്നയേ വിഭൂഹോ. 13 ഭാര്യമാരാണ് ധർമ്മദേവന്. അതിൽ മൂർത്തി എന്നു പേരാകുന്ന ധർമ്മദേവൻ്റെ ഭാര്യയിലാണ് നരനാരായണ അവതാരം ഉണ്ടായത്. ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, ആസ്തേതുനാ ബദരിയാം, ഇന്നും ബദരിയിൽ സാന്നിധ്യം ഉണ്ട് ഇതാണ്. ഈ നരനാരായണ അവതാരത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? സ്വധാമഗമനം പറയാത്ത അവതാരമാണ് നരനാരായണ അവതാരം. ബാക്കി അവതാരങ്ങൾക്കൊക്കെ സ്വധാമഗമനം അല്ലെങ്കിൽ സ്വർഗാരോഹണം പറയുന്നുണ്ടെങ്കിലും നരനാരായണ മൂർത്തികൾക്ക് മാത്രമില്ല. അതുകൊണ്ടാണ് ആസ്തേ അധുന ബദര്യ എന്ന് ഭട്ടതിരി വെറുതെ എഴുതിയതല്ല. ഇന്നും ബദരിയിൽ നിറഞ്ഞ സാന്നിധ്യമായിട്ട് അവിടുന്ന് ശോഭിക്കുന്നുണ്ട്, ഓർമ്മപ്പെടുത്തി. അതിൽ പ്രത്യേകിച്ച് ഇനി പറയേണ്ടത് വാസ്തവത്തിൽ സതീദേവിയുടെ വംശമാണ് വിസ്തരിച്ച് പറയുന്നത്. ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കണമായിട്ടുള്ള മൈത്രേയ മഹർഷി വിതുരനോടാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. സംവാദങ്ങൾ 3 പറഞ്ഞു. അതിൽ ഏറ്റവും ശ്രേയസ്സായിട്ടുള്ള സംവാദം ഏതെന്ന് ചോദിച്ചാൽ ഭാഗവത വ്യാഖ്യാതാവ് ശ്രീധരാചാര്യ സ്വാമികൾ ശ്രീധരീയം ഇതിൽ എടുത്തു പറയണത് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവാദം വിതുരമൈത്രേയ സംവാദമാണ് നാം. എന്താ? പരീക്ഷത്തിൻ്റെ മുമ്പിലേക്ക് ശ്രീശുഖ ബ്രഹ്മർഷി ഇങ്ങോട്ട് വന്ന് കഥ പറഞ്ഞു കൊടുത്തല്ലേ ഉണ്ടായത്. ഇങ്ങോട്ട് വന്നിട്ടാ ഉപദേശം. അതേപോലെ ശൗനകാദി മഹർഷിമാരുടെ മുമ്പിലേക്ക് സൂതമഹാശയൻ ഇങ്ങോട്ട് വന്നാ ഉപദേശിച്ചതില്ലേ. എന്നാൽ വിതുരൻ അങ്ങനെയല്ല, കൊട്ടാരമൊക്കെ വിട്ട് അവധൂതനായിട്ട് മാറി. എന്നിട്ടാണ് ആത്മജ്ഞാനം നേടണം എന്ന വിചാരത്തോടെ ഗുരുനാഥനെ കണ്ടെത്തി ഉപദേശം വാങ്ങിയ ആളാണ് വിതുരൻലി. അപ്പോൾ അവനവന് വേണമെന്ന് തോന്നിയിട്ട് ഗുരുനാഥനെ സമീപിച്ചുകൊണ്ട് നേടിയ ജ്ഞാനം അതിന് മഹത്വം കൂടുതാം. ഇന്നിപ്പോൾ ഗുരുനാഥന്മാർ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കണ സമയമായ ഓടി അടുക്കായി എന്താ ഡിവിഷൻ കട്ടാവാണ്ടിരിക്കാൻ പിള്ളേരെ പിടിക്കാൻ നടക്കുക. ഇതങ്ങനെയല്ല. അപ്പോൾ സ്വയം വേണമെന്ന് തോന്നിയിട്ട് കണ്ടെത്തി നേടിയ ജ്ഞാനം അതിന് മിഴിവ് കൂടുതാം. അതുകൊണ്ട് സംവാദങ്ങൾ 3 ഏറ്റവും പ്രൗഢഗംഭീരമായ സംവാദം ഭാഗവതത്തിലെ വിതുരമൈത്രേയ സംവാദമാണെന്നർത്ഥം. ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കണമായിട്ടുള്ള മൈത്രേയൻ പറഞ്ഞു, സതീദേവിയുടെ വംശമൊന്നും വിസ്തരിച്ച് വർണ്ണിക്കാനില്ല. ദക്ഷൻ്റെ യാഗശാല വച്ച് സതീദേവിക്ക് ദേഹോത്സർഗം വേണ്ടി വന്നു എന്നങ്ങോട്ട് കേട്ടപ്പാണ് വിതുരൻ പറഞ്ഞു, എന്നാൽ വിസ്തരിച്ച് കേൾക്കണമെന്നാണ്. എന്താ അത് ഇവിടെ പറയണത്? ഞാൻ പണ്ട് ഇത് ലേശം ഒന്ന് കേട്ടുതാണ്. എവിടുന്ന്? ഉദ്ധവ മുഖത്തുനിന്ന് കേൾക്കുണ്ടായതാണ്. ഈ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ബാക്കി എല്ലാ കഥകളും ശ്രീശുഖ ബ്രഹ്മർഷി വർണ്ണിച്ചതായിട്ടാണ് പറഞ്ഞെങ്കിൽ ഉദ്ധവാൽ ബൃഹസ്പതേഹേ എന്നെടുത്ത് അവസാനം പറയുന്നുണ്ട്. ഇതാണ് പ്രത്യേകത. ഇതാണ് ഏതൽ ഭഗവത ശംഭോ കർമ്മ ദക്ഷാദ്വരദ്രുഹ സുതം ഭാഗവതാൽ ശിഷ്യാൽ ഉദ്ധവാൻമേ ബൃഹസ്പതേഹേ. അപ്പം ഈ കഥ പാടിയത് ഉദ്ധവനാണ്. ഭാഗവതത്തിൽ ഉദ്ധവൻ പറഞ്ഞ ഒരു കഥാഭാഗം ഏതെന്ന് ചോദിച്ചാൽ ദക്ഷയാഗം മാത്രമേ ഉള്ളൂതാം. ഇതാണ് വൃന്ദാവനത്തിൽ വച്ച് കണ്ടുമുട്ടിയില്ല വിതുരൻ ഉദ്ധവനെ. അന്ന് ഉദ്ധവൻ ലേശം ഒന്ന് സ്മരിച്ചു, പക്ഷെ വിസ്തരിച്ച് കേൾക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ബൃഹസ്പതേഹേ. എന്താ? ഈ ഉദ്ധവനും മൈത്രേയനും ഒരു പ്രത്യേകത ഉണ്ട്.
രണ്ടുപേരുടെയും ഗുരുനാഥൻ ഒരാളാണ്, ബൃഹസ്പതി ശിഷ്യന്മാരാണ്. ഞാനത് പറയാനുള്ള പ്രചോദനമായിട്ടാണ് പറഞ്ഞതേ. അങ്ങും ഉദ്ധവനും ഒക്കെ ഒരേ ഗുരുനാഥൻ ശിഷ്യന്മാരല്ലേ. അതുകൊണ്ട് അന്ന് ഉദ്ധവൻ പറഞ്ഞ് എനിക്ക് വിസ്തരിച്ച് കേൾക്കാൻ പറ്റിയില്ല. ഇപ്പം അങ്ങ് പറഞ്ഞു കേൾക്കണം. എന്താ, രണ്ടുപേരും ഒരാളുടെ ശിഷ്യന്മാരല്ലേ, ഉണ്ട് വിസ്തരിച്ച് കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരം ദക്ഷയാഗ ചരിത്രം വിസ്തരിച്ച് പറയാൻ പുറപ്പെടണം. കപിലോപദേശത്തിലെ കപിലവ്യാസദേവൻ അമ്മയോട് പറയുന്നുണ്ട്, അഹങ്ക്രിയ വിമൂഢാത്മാ കർത്താസ്മിത്യ അഭിമന്യതേ തേന സംസാരപദയും അവസോഭ്യേത്യ നിർവൃത. അഹങ്കാരികൾക്ക് ഒരിക്കലും സുഖം കിട്ടില്ല ജീവിതത്തിൽ, സംശയമൊന്നും വേണ്ട. ഇതാണ് എല്ലാത്തിനെയും ഇല്ലാണ്ടാക്കണ സാധനമാണ് അഹം. ഇതാണ് മലയാളത്തിൽ പണ്ട് കേട്ടിട്ടില്ലേ, ഇപ്പം അതൊന്നും കേൾക്കാൻ സാധ്യതയില്ല. ഉള്ള പാലിൽ ഉപ്പിട്ട് കാച്ചിയ പോലെ എന്ന് കേട്ടിട്ടില്ലേ. പാല് നല്ല സാധനമല്ലേ, പക്ഷെ കുഴപ്പം എന്താണെന്നറിയാം, അതിലേക്കൊരു കല്ലുപ്പിൻ്റെ കഷ്ടം കൂടെ ഇട്ടാൽ പിന്നെ കഴിയൂതാം. ഇതുപോലെയാണ് ഏതേത് മഹൽ ഗുണങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല, അതിനെയൊക്കെ ഇല്ലാണ്ടാക്കണ ഒരൊറ്റ ഡ്രോപ്പാണ് അഹം. അധികം വേണ്ട, ഒറ്റ ഡ്രോപ്പ് മതിയതാണ്. ഇവിടെ കഥ പറയുമ്പോൾ ദക്ഷൻ്റെ മഹത്വം പറയുന്നുണ്ട് മൈത്രേയ മഹർഷി. വിദ്യ തമോ വിത്ത വപുർ വയകുലൈഹി സദാം ഗുണൈഹി ഷഡ്ഭി അസത്തമേതരൈഹി. 6 ഗുണങ്ങളാണ്. തികഞ്ഞ ആളാണ് ദക്ഷൻ. വാക്കിൻ്റെ അർത്ഥം തന്നെ ശ്രേഷ്ഠൻ എന്നാട്ടോ. 6 തികഞ്ഞ ആളാണെന്നാണ്. 6 ഗുണങ്ങളാണ്. നമ്മൾ പറയില്ലേ വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നില്ലേ, PERSON. ഇതാണല്ലോ 6 കാര്യമാണ്. വിദ്യ തപോ വിത്ത വപു വയ കുലൈഹി. ഈ 6 തികഞ്ഞ ആളാണ് ദക്ഷൻ എന്ന് പറഞ്ഞത്. നല്ല വിദ്യാഭ്യാസം, നല്ല തപസ്, സമ്പത്തിന് യാതൊരു കുറവുമില്ല, അതേപോലെ സൗന്ദര്യത്തിന് കുറവില്ല, യൗവനം ആണ്. പിന്നെ നല്ല കുലത്തിലാണ് പിറന്നില്ലേ, ബ്രഹ്മപുത്രനല്ലേ. പോരാ, മകളെ കല്യാണം കഴിച്ചു കൊടുത്ത ആർക്കാ, ഏറ്റുമാൻ്റെ അപ്പന്. ഇതിലേറെ ഒരു കേമത്തഞ്ഞി പറയാനുണ്ടോ? ഇങ്ങനെ എല്ലാ യോഗ്യതകളും തികഞ്ഞ ആളാണ്. പക്ഷേ എന്നിട്ടോ നശിച്ചു എന്നല്ലേ ഇനി പറയാൻ പോണത്. അപ്പോൾ യോഗ്യത ഉണ്ടായിട്ട് കാര്യമില്ല, അത് വേണ്ടവണ്ണ അല്ലെങ്കിൽ അപകടം. ഇതാണ് അസത്തമേതരൈഹി എന്ന് പറഞ്ഞു മൈത്രേയൻ. ഈ ഗുണഗണങ്ങളൊക്കെ വേണ്ടോണം ഭൂഷണാവണമെങ്കിൽ നമ്മൾ സത്തമനാവണം, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് ഫലം. അതല്ലേ ആണ് പ്രവൃത്തി കൊണ്ടാണ്, പേരുകൊണ്ടല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അല്ലാണ്ട് അഹങ്കാരം തലക്കങ്ങോട്ട് പിടിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്? അർത്ഥം അനർത്ഥമാവരുത്. അതിനാണ് കഥ പറഞ്ഞത്. വിശ്വസക്കുകളുടെ അതിഗംഭീരമായ സത്രം പണ്ട് നടക്കുന്നുണ്ടായതാണ്. വിശ്വസക്കുകളുടെ സത്രത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് മറ്റു പുരാണങ്ങളിൽ. സത്രം 1000 സംവത്സരം നീണ്ടു നിൽക്കുന്നതായിട്ട് സത്രമാണ് ഇതാണ്. അതും അവരസ്ഥാനം നടന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കർമ്മസത്രമാണ്. സത്രങ്ങൾ 2 തരത്തിലാണ്. കർമ്മസത്രമായിട്ട് ബ്രഹ്മസത്രമായിട്ടും വർണ്ണിക്കുന്നുണ്ട്. ഭഗവത്പരമായിട്ട് അറിവിനെ ഇങ്ങനെ പകർന്നു കൊടുക്കുക, അതിന് ബ്രഹ്മസത്രം എന്നാണ് പറയുക. ഇപ്പോൾ ശൗനകാദി മഹർഷിമാർ ഒരു സത്രം നടത്തി എന്ന് പറയണില്ലേ ഭാഗവതത്തിൽ ഇല്ലേ? ആ സത്രം ബ്രഹ്മസത്രം. കാരണം അവിടെ മുഖ്യ ശ്രോതാവായിട്ടിരിക്കണ ആരാം? ശൗനകാദികൾ സത്രത്തിൽ മുഖ്യ ശ്രോതാവ് ആരാം? ഇഹോബഹോദോ ഭഗവാൻ മൃത്യു ശാമിത്രകർമ്മണി എന്നില്ലേ ശ്ലോകം. ആ സത്രത്തിൽ മുഖ്യ ശ്രോതാവായിട്ട് മുമ്പിലിരിക്കണ ആരാന്നറിയോ? കാലൻ ധർമ്മരാജാവാണ് മുമ്പിൽ ശ്രോതാവായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കാലം ബാധിക്കില്ല എന്ന് പറയുന്നില്ലേ. എന്താ, നരക ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്ത് ധർമ്മരാജാവാണ് മുമ്പിൽ വന്നിരിക്കണത്. അതാണ് നീ മരണമുണ്ടാവില്ല. എന്നിട്ട് മണ്ടിയൊരു ആൾക്കാർ വരണില്ലല്ലോ. ആലോചിച്ച് നോക്കാതല്ലേ. അപ്പോൾ ധർമ്മരാജാവ് താക്കോലും കൊണ്ട് പോന്നേക്കാ, നീ മരണമില്ല. അതാണ് കാലം ബാധിക്കില്ല എന്ന് പറയാൻ കാരണം. മനസ്സിലായില്ലേ? ഇഹോബഹോദോ ഭഗവാൻ മൃത്യു ശാമിത്രകർമ്മണി ആണ്. ധർമ്മരാജാവാണ് സത്യത്തിൽ മുഖ്യ ശ്രോതാവായിട്ട് മുമ്പിൽ വന്നിരിക്കണമെങ്കിൽ പിന്നെ കാലൻ അവിടെ ഇരുന്നാൽ പിന്നെ മരണം ഉണ്ടാവില്ല. അതാണ് കാലൻ വന്നിരുന്നു എങ്കിൽ അത് കർമ്മസത്രമല്ല ബ്രഹ്മസത്രമാണ്. അതാണ് ഇതിന് നിയമേ. അതാണ് ഈ യജ്ഞവും സത്വവും തമ്മിൽ മാറ്റമുണ്ട്. സപദാഹയജ്ഞം കേട്ടില്ലേ?
അവിടെ വക്താവിന് പ്രാധാന്യമുണ്ട്. വക്താവിനെ വരിക്കല്ലേ. ശ്രോതാവ് വക്താവ് എന്ന വ്യത്യാസമുള്ള ഒന്നിനാണ് യജ്ഞം എന്ന് പറയുക. അപ്പോൾ ആ യജ്ഞം പൂർത്തീകരിക്കണമെങ്കിൽ ഒരു നിയമമുണ്ട്. എന്താണെന്നറിയോ? ദക്ഷിണ സമർപ്പിക്കുക തന്നെ വേണം. അപ്പോഴേ ആ യജ്ഞത്തിൻ്റെ ഭാഗമാണ്, കൈക്കൂലിയല്ല കേട്ടോ, അത് വ്യത്യാസമുണ്ട്. കൈക്കൂലിയല്ല, ആ യജ്ഞത്തിൻ്റെ കർമ്മത്തിൻ്റെ ഭാഗമാണെന്നർത്ഥം. സത്രം ബ്രഹ്മസത്രത്തിൽ അതില്ല. വക്താവ് ശ്രോതാവ് എന്ന വ്യത്യാസമില്ല. അതാണല്ലോ, വക്താക്കൾ അവിടെ ഇരുന്ന് കഥ കേൾക്കും, ഒരാൾ വേദി എന്നിങ്ങനെ കഥ പറയും കുറച്ച് നേരം ഇല്ലേ. അത് കഴിഞ്ഞാൽ അയാൾ ഇറങ്ങിയാൽ അടുത്ത ആൾ കയറിയിരിക്കുകയും. ശ്രോതാവ് വക്താവ് എന്ന മാറ്റമില്ലാത്ത ഒന്നിനാണ് ബ്രഹ്മസത്വം എന്ന് പറയുക. അതുകൊണ്ട് ആ സത്യത്തിന് നിയമമുണ്ട്, ദക്ഷിണ ആവശ്യമില്ല. എന്നാൽ പിന്നെ പ്രഭാഷണത്തിന് ആൾ വരുമെന്ന് വിശ്വമില്ല. പക്ഷെ നിയമം അതാണ്, സത്യത്തിലെ ദക്ഷിണയ്ക്ക് യാതൊരു പ്രാധാന്യമില്ല. അതാണ്. യജ്ഞങ്ങൾക്ക് അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ ഇത് കർമ്മസത്രമാണ്. അതാണ് ഭാഗവത ആരംഭത്തിൽ പറഞ്ഞ സത്രമല്ല, ഇത് വ്യത്യാസമുണ്ട്. അവഭൃതം ചെയ്തു എന്ന് പറയണില്ലേ, അപ്പോൾ ഇത് കർമ്മസത്രമാണ്. അപ്പോൾ വിശ്വസക്കുകളുടെ അതിഗംഭീരമായിട്ടുള്ള ഒരു സത്രം കേമായിട്ട് നടന്നതാണ്. 1200 കൂടുതൽ അഹസ്സുക്കളുള്ള സോമയാഗ വിശേഷത്തിൽപ്പെട്ട സത്രമാണ് ഈ വിശ്വസക്കുകൾ നടത്തിയ സത്രം എന്ന് പറഞ്ഞാൽ 1000 സംവത്സരക്കാലത്തോളം നീണ്ടു നിൽക്കാനുള്ള സത്രമാണ് എന്നർത്ഥം. ആ സത്രത്തിലേക്ക് മുഖ്യ അതിഥിയായിട്ട് കൂട്ടിക്കൊണ്ടുവന്നു പ്രജാപതിയാകും ദക്ഷണീതാം. പ്രജാപതി എന്ന് വെച്ചാൽ അറിയാലോ, ദേശത്തിൻ്റെ കാലത്തിൻ്റെ പ്രജകളുടെ അധിപനെയാണ് പ്രജാപതി. കർദമ പ്രജാപതി എന്നിപ്പോൾ കുറച്ചുമ്പോൾ കേട്ടില്ലേ. ദക്ഷ പ്രജാപതി, കശ്യപ പ്രജാപതി, ഇങ്ങനെ പ്രജാപതിമാർ അനവധിയാണ്. ദേശത്തിൻ്റെ കാലത്തിൻ്റെ പ്രജകളുടെ അധിപനെയാണ് പ്രജാപതി എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഇവിടെ ദക്ഷൻ പ്രജാപതിയല്ലേ. ഇപ്പോൾ മുഖ്യ ക്ഷണിതാവ് നിലയ്ക്ക് എല്ലാവരും കൂടി സ്വീകരിച്ചു കൊണ്ടുവന്നു. ഇതാ പൂർണ്ണകുംഭമൊക്കെ കൊടുത്താണ് കൊണ്ടുവന്നത്. ആ മണ്ഡപത്തിൽ കയറി നോക്കുമ്പോഴാണ് തൊട്ട് മുമ്പിലേക്കണായിട്ട് ബ്രഹ്മദേവനെ കണ്ടു. ഇതാ അച്ഛനാണല്ലോ. നത്വ ഇറങ്ങി വന്ന് നമസ്കരിച്ച് വീണ്ടും മണ്ഡപത്തിൽ കയറിയപ്പോഴാണ് ഈ ബ്രഹ്മാവിൻ്റെ അടുത്തിരിക്കുന്ന മഹാദേവനെ വക്കത്തപ്പനെ കണ്ടു. ഇതാ പ്രാക് മൃഡം ദൃഷ്ട്വ എന്ന് എടുത്തുവിടെ പറയുന്നുണ്ട് മൈത്രേയ മഹർഷി. മുമ്പേ തന്നെ എഴുന്നേക്കാണ്ടിരിക്കുന്ന മഹാദേവനെ കണ്ടുതാം. മുമ്പേ തന്നെ എഴുന്നേക്കാണ്ട് ഇരിക്കുന്ന മഹാദേവനെ കണ്ടു എന്ന് വെച്ചാൽ മനസ്സിലായോ? പോണ വഴിക്ക് നോട്ടം വച്ചു ശിവനെ എന്നാണ് അതിനർത്ഥതാണ്. മുമ്പേ തന്നെ എഴുന്നേക്കാണ്ടിരിക്കുന്നത് അതാണ്. ആ മഹാദേവനെയാണ് കണ്ടപ്പോൾ തോന്നിയത്രേ, എല്ലാവരും എഴുന്നേറ്റ് കേമായിട്ട് ബഹുമാനിക്കൊക്കെ ഉണ്ടായിട്ട് എന്താ അങ്ങനെ പെരുമാറുന്ന നിലയ്ക്ക് ലോകനന്മയ്ക്ക് വേണ്ടി കൂടിയിട്ടുള്ള സമ്മേളന വേദിയിൽ വച്ച് മഹാദേവനെക്കുറിച്ച് കുറേ അധികം ഭണ്ട് പറയാൻ പുറപ്പെട്ടുതാം. ഞാനിപ്പോൾ പറഞ്ഞൊന്നും പറയണില്ല, അവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ചിലപ്പോൾ ചുണ്ടിയെടുത്ത പ്രശ്നമാവും. കുറേ ഭള്ള് പറഞ്ഞു, അല്ലെങ്കിൽ കറുത്ത പഞ്ചാക്ഷരം ജപിച്ചു എന്ന് പറയാ ഭേദം വലിയൊരു അദ്ദേഹം പറയാറുണ്ട്. അല്ലാണ്ട് ആ പറഞ്ഞ വാക്കൊക്കെ ശിവൻ്റെ അടുത്തിരുന്ന് പറയാൻ പറ്റുമോ? കറുത്ത പഞ്ചാക്ഷരം കുറേ ജപിച്ചു എന്ന് പറഞ്ഞോളൂ എന്നാണ് വലിയൊരു വലിയ അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പിന്നെ പേടിക്കാനില്ല. അതാണ് അത്ര ഭള്ളായിട്ടുള്ള വാക്കുകളാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞെന്താണെന്നറിയോ? കിടക്കണ എവിടെയാ? ശ്മശാനത്തിൽ. വേറെ ഒരു സ്ഥലമില്ലാണ്ട് പോയി കിടക്കണു. പോട്ടെ, ആഭരണം എന്താ? കുറേ പാമ്പിനെയൊക്കെ കഴുത്തിലിട്ട് നടക്കുക. കഷ്ടം. ഇങ്ങനെയുള്ള ഒരാൾക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട വന്നില്ലേ എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ? അച്ഛൻ പറഞ്ഞു വലിയ കേമനാന്ന് പറഞ്ഞ കാരണം കൊടുത്താൽ അത്. അപ്പോൾ കുറ്റാച്ഛനായി, ബ്രഹ്മാവനായി എന്നർത്ഥം. അതുകൊണ്ടാണ് കേമായിട്ട് കൊടുക്കേണ്ടായത്. കഷ്ടം, പെരുമാറ്റം ലെവലേശം നിശ്ചയില്ലാത്ത നിലയിലേ കുറേ അധികം ഭള്ള് മഹാദേവനെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു. ഉന്മാദനാഥൻ, ശുചിത്വമില്ലാത്തവൻ, അതേപോലെ ദുഷിച്ച മനസ്സുള്ളവൻ, ഇതൊക്കെയാണ് പറഞ്ഞത് വാക്കുകളെന്നർത്ഥം. ഇതിനൊക്കെ ദ്വയാർത്ഥങ്ങളാണ് കേട്ടോ. വാസ്തവത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള വ്യാജസ്തുതി എന്നാണ് വ്യാഖ്യാനത്തിൽ പറഞ്ഞത്. രണ്ടർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞെന്താ? ലോകപാലന്മാരുടെ യശസ്സിന് കളങ്കം വരുത്തുന്നവൻ, ലജ്ജാഹീനനായിട്ടുള്ള ആള്, അഹങ്കാരിയായിട്ടുള്ള ആൾ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ തിരിച്ചന്വയിച്ച അർത്ഥം മാറാം. എന്താ അത്? ലോകപാലന്മാരുടെ വരെ യശസ്സിനെ നിസ്സാരമാക്കുന്ന വൈഭവത്തോടു കൂടിയ ആളാണ് പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ അല്ലേ. അഷ്ടദിക്പാലകന്മാരെന്ന് കേട്ടില്ലേ? കൊടിമരത്തിൻ, അയ്യോ കൊടിമരം എന്ന് പറയാൻ എനിക്ക് പേടിയാ. കൊടിമരത്തിൻ്റെ ചോട്ട് ഒരു 8 ഇല്ലേ അഷ്ടദിക്പാലകന്മാർ അല്ലേ. അഷ്ടദിക്പാലകന്മാരിൽ വടക്ക് വശം ഈശാനകോണിൻ്റെ അധിപനാരാ? മഹാദേവനാണെന്നർത്ഥം അല്ലേ. അപ്പോൾ ലോകപാലന്മാർ മുഴുവൻ
അംഗീകരിക്കത്തക്ക രീതിയിൽ പ്രഭാവത്തോടു കൂടിയ ആളാണ് ശിവൻ എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥേ അതേപോലെ ലജ്ജയില്ലാത്തവൻ ആത്മാരാമനല്ലേ എവിടുന്ന് പിന്നെ ലജ്ജയുണ്ടോ? ശരീരബോധം എന്നുള്ളതില്ല. ശരീരം എന്നുള്ള സാധനം ഉണ്ടെങ്കിലേ ഉള്ളൂ, അതില്ലാത്ത ആളെ അല്ലേ അതല്ലേ അവിടത്തേക്ക് പ്രത്യേകിച്ച് അലിംഗനം കൂടിയിട്ടാണ്. മറ്റു ദേവന്മാരെ പോലെ അല്ല ശിവൻ, വ്യത്യാസമില്ലേ? മറ്റുള്ളവർക്കൊക്കെ 4 കയ്യ്, ചിലപ്പോൾ 8 കയ്യ്, 2 കയ്യ്, ഇങ്ങനെയൊക്കെ ഇല്ലേ രൂപം. ഇതൊന്നുമില്ല, അലിംഗനായിട്ടുള്ള ആളാണെന്ന് അർത്ഥം. അപ്പോൾ ആ പറഞ്ഞൊക്കെ നേരെ ഓപ്പോസിറ്റാണ് അർത്ഥം. ഏതായാലും ഇങ്ങനെ പള്ളുകൾ കുറേ പറഞ്ഞിട്ടും ഇവിടെ പറയണത് മഹാദേവൻ ഒരക്ഷരം പ്രതികരിച്ചില്ല. എന്ന വദത ഒക്കെ കേട്ടങ്ങടി ഇരുതൂതാ. കുറേ കഴിഞ്ഞപ്പോൾ ഇതാണ് ഇവിടെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും 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 ഇങ്ങനെ പറഞ്ഞു ഇതാണ് ദർശൻ. എന്നിട്ട് മഹാദേവൻ പതറിയില്ല എന്നാണ്. നമ്മളാണെങ്കിൽ എന്താ അവിടെ കത്തിക്കുത്ത് നടന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഒരക്ഷരം ഉണ്ടായില്ല മിണ്ടാൻ. എന്നാ വദത എന്താ അത്? ഇതാണ് സദസ്സറിഞ്ഞ് പെരുമാറണം എന്ന് മഹാദേവൻ പഠിപ്പിക്കുക. അങ്ങനെ കുറേ കാര്യത്തിനുള്ളിൽ കിടപ്പണ്ടേ. ലോക നന്മയ്ക്ക് വേണ്ടി കൂടിയിട്ടുള്ള സമ്മേളനമാണ് അല്ലേ. താൻ എന്തെങ്കിലും പ്രതികരിച്ചാൽ അത് കൂടുതൽ വഷളാവല്ലേ ഉണ്ടാവുക. അപ്പോൾ സജ്ജനങ്ങളെപ്പോഴും സദസ്സ് അറിഞ്ഞ് പെരുമാറുള്ളൂ. എന്താ താൻ പ്രതികരിച്ചാൽ പിന്നെ അവിടെ വെറുതെ ആവില്ല, പിന്നെ അവിടെ തമ്മിൽ തല്ലും ബഹളാവും. അത് വരാണ്ട് നോക്കേണ്ട ചുമതലയുണ്ട്. അതാണ്. അതുകൊണ്ട് നമുക്കിഷ്ടമല്ലെങ്കിൽ ഇറങ്ങിപ്പോന്നോളൂ, അല്ലാണ്ട് സദസ്സറിഞ്ഞ് പെരുമാറണം. എനിക്കൊരു അനുഭവമുണ്ട്, മള്ളിയൂരത് പറയാണ്ട് വയ്യ. വലിയ കേമായിട്ട് നമ്മുടെ ഹൈന്ദവ നേതാക്കന്മാരൊക്കെ ചേർന്ന് സമ്മേളനം, ഞാൻ സ്ഥലമൊന്നും പറയില്ല, പന്തളത്താണ് നടക്കുമ്പോൾ ഇവിടുത്തെ ഭാഗവത ഹംസത്തിനെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ദേവാലയം കഴിഞ്ഞ് കുറച്ചൊന്ന് വൈകിയ വന്നു. അപ്പോൾ ശബരിമല തന്ത്രി ഉൾപ്പെടെ കേമന്മാർ മുഴുവൻ വേദിയിരിക്കുകയാണ്. മഹേശ്വരർ പഴയ തന്ത്രിയാണല്ലോ, അദ്ദേഹം നടുക്കിരിപ്പുണ്ട് അധ്യക്ഷനായിട്ട്. മള്ളിയൂർ എന്താ ഉണ്ടായെന്നറിയോ? ആ സദസ്സിൽ കയറിയപ്പോൾ ആദ്യം നമസ്കരിച്ചു മഹേശ്വരനെ. അപ്പോൾ മഹേശ്വരർ പറഞ്ഞു വന്ന് പ്രായം കൊണ്ട് മൂപ്പ അങ്ങേക്കാണ്, എന്നിട്ട് എന്നെ നമസ്കരിക്കേ അരുതരുതരുത് എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചോണ്ട് നോക്കൂ. ആ ഹാസത്തിന് ഭയങ്കര പവറാട്ടോ, പറയാണ്ട് വയ്യ. ചിരിച്ചോണ്ടൊരു മറുപടിയാണ്, ഞാൻ നമസ്കരിച്ചത് അയ്യപ്പൻ്റെ തന്ത്രിയാണ്, മഹേശ്വരൻ എന്ന വ്യക്തിയല്ല. അടി കൊണ്ടോണായതാണ് നേതാക്കന്മാരെന്താ ഒറ്റയാളും ചെയ്തിട്ടില്ല. അതാണ് സദസ്സിൽ പെരുമാറാൻ പഠിക്കണ്ടേ. ഇതാണ്. അപ്പോൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക, അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ്. ഭാഗവതം കുറെ വായിച്ച് പ്രസംഗിച്ചിട്ട് കാര്യമില്ല, ജീവിതത്തിൽ പകർത്തണ്ടേ. അതല്ലേ അദ്ദേഹം ഹംസമായിട്ട് ലോകം അംഗീകരിച്ചത്. വെറുതെ അല്ല ഭാഗവത സപ്താഹം നടത്തിപ്പോവല്ല ഉണ്ടായ, നേരെ മറിച്ച് ജീവിതത്തിൽ പകർത്തിയ ഒരു മഹാശയൻ മള്ളിയൂർ ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല, ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം അത് ഉൾക്കൊണ്ട ആളാണ് അല്ലേ. അത് ഭാഗവതം എന്ന് പറഞ്ഞാൽ മള്ളിയൂർ വ്യത്യാസമൊന്നുമില്ല, രണ്ടും അതല്ലേ. ആ നോട്ടീസിൻ്റെ പുറത്തഴിച്ചിട്ടുണ്ട് ഭാഗവതം, ഭക്തൻ, ഭഗവാൻ ഒന്ന്, ഒരു മാറ്റമില്ലാണ്ട് കണ്ട ആളാണ് അദ്ദേഹം. അതാണല്ലോ. അപ്പോൾ അതാണ് സദസ്സറിഞ്ഞ് പെരുമാറുക മഹാദേവൻ പഠിപ്പിക്കുകയാണ്. അവിടെ മിണ്ടാണ്ടിരുന്നവരാണ് പ്രതികരിച്ചില്ല. താൻ പ്രതികരിച്ചാൽ കൂടുതൽ വഷളാവെങ്കിൽ പ്രതികരിക്കാണ്ടിരിക്കുകയാണ് വേണ്ടത്. കുറേ കഴിഞ്ഞപ്പോൾ നന്ദകേശ്വര പ്രബോധാദികൾക്ക് സഹിച്ചില്ലാതാണ്, ചാടി എഴുന്നേറ്റു. എന്നിട്ടാ പറഞ്ഞത്, നിനക്ക് പണ്ട് തന്നെ അഹങ്കാരമുണ്ട്, അധികാരം കൂടി കിട്ടിയപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് കൂടിയതാണ്. അതുകൊണ്ട് നിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോഴേ ഇപ്പം തോന്നണ എന്താണെന്നറിയൂ, ആടിൻ്റെ തലമണ്ടയായിട്ട് ജീവിക്കുക ഭേദം. എന്താ നിൻ്റെ സ്വഭാവത്തിന് പറ്റിയ തലമണ്ട ആടിൻ്റെയാണ്. ആടിൻ്റെ സ്വഭാവം അതാണല്ലോ. എന്താ കരയുമ്പോൾ തന്നെ മേതൊക്കെ എൻ്റെ എനിക്ക്, അതാണ് പ്രശ്നം. അതാണ്. അപ്പം എൻ്റെ സ്വഭാവം അതാണല്ലോ. അതുകൊണ്ട് അതിന് പറ്റിയ ആടിനെ ശിരസായിട്ട് കഴിഞ്ഞുകൊണ്ട് വരട്ടെ. ഇതാ ഒരാ ആടിന് മറ്റു സ്വഭാവം കൂടിയുണ്ട്, വെറുതെ അല്ല പറഞ്ഞത്. ഈ ആടിനെയൊക്കെ വളർത്തണ്ടോ, ആവശ്യമുണ്ടാവും. ഈ ആട്ടുംകുട്ടിയിലെ ആട് പോകുമ്പോൾ എന്ത് കണ്ടാലും ഒന്ന് കടിക്കാണ്ട് പോവില്ല, ഉറപ്പല്ലേ. ആ താളിൻ്റെ തണ്ട് അതും കടിക്കും. ഇത് തിന്നാനല്ല, എന്നാലും പോള വഴിക്കുന്നത് കടിച്ചേക്കാതാണ്. അതാണ് മൃഗത്വമാണ്, മൃഗസ്വഭാവമാണ്. അതാണല്ലോ കടിച്ച് വലിച്ച് തിന്നണില്ലേ, മൃഗസ്വഭാവമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അങ്ങനെ വായിലേക്ക് വെച്ചിട്ട് കടിച്ചു വലിക്കണല്ലേ, മൃഗത്വമാണതേ. അതാണല്ലോ. അപ്പോൾ നിൻ്റെ പെരുമാറ്റം മൃഗസ്വഭാവമല്ലേ. അതുകൊണ്ട് മൃഗസ്വഭാവമാകുന്ന ആകൃതി ശിരസ് അങ്ങനെ ആവട്ടെ എന്ന് ശ്രമിക്കാം. ഏതായാലും ഇത് കഴിഞ്ഞപ്പോൾ ദക്ഷൻ്റെ ആൾക്കാർ പിന്നെ വെറുതെ ഇരിക്കില്ല, അവർ ചാടി എഴുന്നേറ്റു. പാകണ്ഡന്മാരാകട്ടെ, വേദം വിത്ത് ജീവിക്കണ കൂട്ടരാകട്ടെ, ഇങ്ങനെ ശബ്ദകോലാഹലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഹിതം.
അപ്പോൾ മഹാദേവന് തോന്നി ഇനി ഇവിടെ ഇരിക്കല്ല ഭേദം എന്നാ വദത ഒരക്ഷരം എണ്ണാണ്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോതു. അപ്പോഴും പ്രതികരിച്ചില്ലാതാ, എഴുന്നേറ്റ് അങ്ങോട്ട് പോതു. ഏതായാലും ആ സത്രം അബദ്ധത്തോടു കൂടിയിട്ട് അതിഗംഭീരമായിട്ട് സമർപ്പിക്കലുണ്ടായതാം. അവബൃതം എന്തിനാന്ന് ചോദിച്ചാൽ അതിൽ സ്മാർത്താദികളിൽ അത് പറയുന്നുണ്ട്. അവബൃതം എന്ന് പറഞ്ഞാൽ അറിയാലോ, യാഗത്തിൻ്റെ അവസാനത്തെ ചടങ്ങാണല്ലോ. യജമാനന് ശുദ്ധാവണം, യജമാന പത്നിയോട് കൂടിയിട്ടാണ് യാഗം ദീക്ഷിക്കുന്നത്, അങ്ങനെയല്ലേ? യജമാനും യജമാന പത്നിക്കും തുല്യ പ്രാധാന്യമാണ് യാഗത്തിൽ. അപ്പോൾ ആ യാഗത്തിൻ്റെ ഒടുവിൽ യജമാനൻ കുടുംബ മുറിക്കുക, ദീക്ഷ വീടുക, അതിനാണ് അവഭൃതം. അപ്പോൾ യജമാനൻ മൊത്തം മുറിക്കണ്ട, ഒരു മുടിയെങ്കിലും മുറിക്കും. അപ്പോഴാണ് ആ യാഗത്തിൻ്റെ പൂർണ്ണത ആവുക എന്നർത്ഥം. അപ്പോൾ ഇവിടെ ചോദ്യം വരികയാണ്, യജമാന പത്നിക്ക് തുല്യ പ്രാധാന്യമല്ലേ യാഗത്തിൽ? ആണല്ലോ. കേരളീയ സമ്പ്രദായത്തിൽ അങ്ങനെയാണ്. കേരളീയ സമ്പ്രദായത്തിൽ യാഗം ചെയ്യണമെങ്കിൽ നിയമമുണ്ട്. വിധിപ്രകാരം വിവാഹം ചെയ്താക്കേ യാഗത്തിന് അധികാരമുള്ളൂ. അതാണ് കാരണം. ഈ ഇതൊക്കെ പറഞ്ഞാൽ സമയം പോകട്ടോ. താലികെട്ട് എന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ, അത് ഇറാഖിലുണ്ടോ, ദുബായിലുണ്ടോ? ഇവിടെ മാത്രമേ ഉള്ളൂ, ആരെങ്കിലും ഉണ്ടാവില്ല. കാരണം ഈ നമ്പൂതിരിമാരുടെ ഇടയിൽ അച്ഛൻ മുഖാന്തരമാണ് താലികെട്ട്, അങ്ങനെയല്ലേ? മറ്റുള്ളവർക്ക് വ്യത്യാസമുണ്ട്. അച്ഛനാണ് ഉപനയന സമയത്ത് ഉണ്ണിയുടെ ചെവിയിൽ ഗായത്രി ഉപദേശിക്കുന്നത്, അല്ലേ? അതല്ലേ അച്ഛൻ ഗായത്രി ഉപദേശിച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ പിണ്ടകർത്താവായി മകൻ ആണല്ലോ. എനിക്ക് ആരാണോ ഗായത്രി മന്ത്രം ഉപദേശിക്കുന്നത് അയാൾ മരിച്ചാൽ പിണ്ടം വച്ച് പല ആചരിക്കണം എന്ന് വിധിയുള്ളത് ഗായത്രിക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒരു മന്ത്രത്തിനുമില്ല. അതാണ് മള്ളിയൂർ അദ്ദേഹം പറയാറുണ്ട്, വിധിപ്രകാരം ഗായത്രി ഉപദേശം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി വീണ്ടും ഭാഗവത ഉപദേശം വാങ്ങണം എന്നില്ല. വിധിപ്രകാരം എന്നുവെച്ചാൽ അച്ഛൻ്റെ മുഖത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അച്ഛനില്ല എന്ന് വരാലോ. അച്ഛൻ്റെ എന്താ ചെയ്യുക? അച്ഛൻ്റെ അനുജൻ, ആ കുടുംബത്തിൽപ്പെട്ട ആൾ വേണം ഉപദേശിക്കാൻ. കാരണം അതിൻ്റെ സന്ദേശം ഇതാണ്, എനിക്ക് ആരാണോ ഗായത്രി ഉപദേശിച്ചത് അയാൾ മരിച്ചാൽ പിണ്ടം പെല കൊണ്ട് പിണ്ടം വച്ചോളം എന്ന് വിധിയുള്ളത് ഗായത്രിക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതാണ് മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ യജമാന പത്നിക്ക് ശുദ്ധാവണമെങ്കിൽ മുടി മുറിക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് നിഷിദ്ധ ഗർഭമാണ് മുടി മുറിക്കുക എന്ന് പറഞ്ഞ്. ചേച്ചി ചൂടാവരുത് കേട്ടോ, ഞാൻ സത്യം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. മുടി മുറിച്ചു അയ്യോ തിരുമേനി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ? അതല്ലേ ആ മഹാത്മ്യത്തിൽ അട്ടശൂല ജനപദ ശിവശൂല ദ്വിജാതയ കാമിന്യ കേശശൂലിന്യ സംഭവന്തി കലാവിഹ. കലികാലത്തെ കുറിച്ചല്ലേ നാരദൻ പറഞ്ഞത്. കലികാലത്ത് അന്നം വിറ്റ് കാശാക്കും, പിന്നെ അവനവൻ നേടിയ അറിവിനെ വേദത്തെ വിറ്റ് കാശാക്കുന്ന. പിന്നെ സ്ത്രീകൾ മുടി ഇങ്ങനെ മുറിച്ച് മുല്ലപ്പൂവ് ഒരു മുഴം 50 രൂപ, അതുപോലെ മുടി ഇങ്ങനെ മുറിച്ച് പീസാക്കി അതും വിറ്റ് കാശാക്കുന്നതാണ്. കാരണം അധർമ്മം അത്രയാവും കലിയുഗത്തിൽ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അധർമ്മത്തിൻ്റെ ഉച്ചകാഷ്ടയെ കാണിക്കാൻ പറഞ്ഞതാണെന്ന് അർത്ഥം. അപ്പോൾ സ്ത്രീകൾക്ക് നിഷിദ്ധ കർമ്മമായിട്ട് പറഞ്ഞിരിക്കുന്നത് മുടി മുറിക്കലാണ്, അതല്ലേ? അപ്പോൾ ആ മുടി മുറിക്കാൻ പാടില്ല എന്ന് വന്നപ്പോൾ അതിന് പകരമായിട്ട് നിശ്ചയിച്ചതാണ് സ്നാനം, അവഭൃത സ്നാനം. കാരണം സ്ത്രീ കുളിച്ചാൽ ശുദ്ധാവുന്ന നിയമം. അതുകൊണ്ടാണ് അവഭൃതം എന്ന ചടങ്ങ് യാഗഭാഗമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ കർമ്മസത്രമായതുകൊണ്ട് അവഭൃതം വേണം. ഇനിയിപ്പോൾ എന്തിനാ ഈ അവഭൃതം എന്ന് ചോദിച്ചാൽ ഇതിൽ ഏതെങ്കിലും തരത്തിൽ കർമ്മവൈകല്യങ്ങൾ വരാലോ. ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളെ ശുദ്ധ അല്ലെങ്കിൽ പ്രശ്നമല്ലേ. അപ്പോൾ കർമ്മവൈകല്യങ്ങൾ മൂലം വന്ന അപരാധവും അതേപോലെ ഈ യജ്ഞ സംബന്ധിച്ചവർക്ക് അവജ്ഞ നിമിത്തം വന്ന പാപാദികളുമൊക്കെ ജലാശയത്തിൽ ത്യജിക്കുക. അതിന് വേണ്ടിയിട്ടാണ് അവഭൃതം നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് സ്മൃതികളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കർമ്മസത്ര ആയതുകൊണ്ട് അവഭൃതം അധികമായിട്ട് നടത്തി പൊതുതാണ്. ഈ അവഭൃതം കഴിഞ്ഞപ്പോൾ ദക്ഷൻ പ്രജാപതിയാണല്ലോ കൽപ്പിച്ചു, ഇനി ആരെങ്കിലും യാഗം ചെയ്യണമെങ്കിൽ യാഗാംശം മഹാദേവന് കൊടുക്കരുത്. അപ്പോൾ ദേവന്മാർക്ക് തോന്നിയതാണ്. ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ യാഗത്തിൻ്റെ സങ്കല്പത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്കറിയാലോ അല്ലേ?
യാഗപാരമ്പര്യമുള്ള 2 ഗ്രാമത്തിൽ നിന്നാണല്ലോ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മേശാന്തിയെ സെലക്ട് ചെയ്യണത്. ശുഗപുരം, പെരുവനം. ശുഗപുരത്ത് ദക്ഷിണാമൂർത്തിയല്ലേ, പെരുവനത്തിൻ്റെ ദേവനാരാ? പെരുവനത്തപ്പൻ ശിവനല്ലേ. അപ്പോൾ യാഗത്തിനാരാ ചോദിക്കാനില്ല. യാഗത്തിൻ്റെ പ്രധാന മൂർത്തിയാണ് ശിവൻ. ആ ശിവനെ നിന്ദിച്ചുകൊണ്ട് കർമ്മം ചെയ്യാൻ പുറപ്പെടേ അപകടമാവും നല്ല ഉറപ്പാണ് ദേവന്മാർ. കൊണ്ട് അവർ കാര്യം ചെയ്തു, കഴിക്കണ്ട, കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഭൂമിയിൽ കുറെ അധികം നാള് പൂജാദികൾ ഹോമാദികൾ ഇല്ലാണ്ടായി ഇതാം. അപ്പോൾ ദേവന്മാർക്ക് വിഷമായില്ലേ. ഇതറിഞ്ഞ പ്രജാപതിയായ ദക്ഷൻ ഒരു യാഗം ചെയ്തു. ഇതാണ് ഇഷ്ട്വാ സവാജപേയേന ബ്രഹ്മിഷ്ട അഭിഭൂയജ ബൃഹസ്പതിം നാമ സമാരേഭേ കൃതോത്തമം. അങ്ങനെ ദേവപ്രീതിക്ക് വേണ്ടി ദക്ഷൻ നടത്തിയിട്ടുള്ള യാഗമാണ് വാജപേയം. ഉത്തരേന്ത്യയിൽ നടക്കുന്ന യാഗം. കേരളീയ ബ്രാഹ്മണർക്ക് സ്വതവേ വിധിയില്ലാതാണ് പറയണത്. ഇനിയിപ്പോൾ ചെയ്തുവെങ്കിൽ ചെയ്തോട്ടെ, വിരോധമില്ല. വാജപേയം ഉത്തരേന്ത്യയിലാണ്. ഉത്തരേന്ത്യ ബ്രാഹ്മണർക്ക് വിധിക്കപ്പെട്ട ഒന്നാണ് വാജപേയം. തിന്നാനും കുടിക്കാനുമുള്ള വസ്തുക്കൾ ധാരാളമായി ഹോമിക്കുന്നു. അതുകൊണ്ടാണ് വാജപേയം എന്ന് പേര്. 17 ചമതകൾ, ഋത്വിക്കുകൾ, ഈ 17 എന്ന സംഖ്യ പ്രമാണമായിട്ട് ആ യാഗത്തിന് പറയുന്നുണ്ട്. ഏതായാലും ഈ വാജപേയി എന്ന യാഗം ചെയ്ത അവർക്ക് വരുന്ന സ്ഥാനപ്പേരാണ് വാജ്പേയിമാർ എന്ന് പറഞ്ഞാൽ. പഴയ നമ്മുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആ പരമ്പരയിൽ വന്ന ആളാണ്. അദ്ദേഹം യാഗവും മറ്റു ചെയ്തിട്ടില്ല, ചെയ്യണ്ട. ആ പരമ്പരയിൽ വന്നാൽ ആ പേര് കിട്ടുന്നതാണ്. കേരളത്തിൽ വ്യത്യാസമുണ്ട്. യാഗം ചെയ്ത ആക്കേ പേരുള്ളൂ. അവിടെ അങ്ങനെയല്ല, പരമ്പരയിൽ വന്ന ആ പേരാണ്. ഉത്തരേന്ത്യ സങ്കല്പവും കേരളീയ സങ്കല്പവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നർത്ഥം. അങ്ങനെ വാജപേയം ചെയ്ത് വാജ്പേയി പദവിയിലെത്തിയിട്ടുള്ള ഈ ദക്ഷൻ തുടയ്യാഗം എന്ന നിലയ്ക്കാണ് ബൃഹസ്പതി സവം നാമ സമാരേഭേ കൃതോത്തമം. ബൃഹസ്പതി എന്ന യാഗം നിശ്ചയിച്ച് എല്ലാ സ്ഥലത്തും ക്ഷണവും ഉണ്ടായി. കൈലാസത്തിൽ ഒഴിച്ചതാണ്. ബാക്കി എല്ലാ സ്ഥലത്തും ക്ഷണം ഉണ്ടായി. അങ്ങനെ ക്ഷണം കിട്ടിയുള്ള ഉപദേവന്മാർ ഉപദേവസ്ഥികളുടെ ഒപ്പം യാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു. ആ കൈലാസത്തിൻ്റെ മുകളിൽ കൂടിയിട്ട് വിമാനത്തിലാണ് സഞ്ചാരം. അപ്പോൾ കൈലാസത്തിൽ എന്താ കഥ? സതീദേവിക്ക് ഗംഭീരമായിട്ട് മഹാദേവൻ രാമായണം പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കാം. കഥയമ്മ കഥയമ്മ കഥകളതിസാദരം കാകുസ്തലീലകൾ കേട്ടാൽ മതിവരാ. ഒന്ന് പറയൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കണം സതീദേവി. അത് എത്ര പറഞ്ഞാലും മതിയാവാണ്ട് പ്രത്യേകിച്ച് വർണ്ണിക്കുന്ന മഹാദേവൻ അതാണല്ലോ. അതുകൊണ്ടാണ് കൈലാസത്തിൽ ലവലേശ പ്രാരബ്ധം ഏശിയിട്ടേ ഇല്ല നാം. എന്താ പ്രാരബ്ധത്തെക്കുറിച്ച് ഓർക്കാൻ അവർക്ക് സമയമില്ല. ഒരാൾ കഥ പാടുമ്പോൾ മറ്റാൾ കേട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് പരസ്പര ആത്മകഥനാണ് കൈലാസത്തിൽ. അതുകൊണ്ട് അവർക്ക് വേറൊരു കാര്യം ചിന്തിക്കാൻ തന്നെ ഇല്ലാതാം. അപ്പോഴാണ് ഉപദേവന്മാർ വിമാനത്തിൽ പോകണവർ കൈലാസത്തിന് മുകളിൽ വന്നപ്പോൾ കൂളത്തെ കൊണ്ട് മഹാദേവനെ പുഷ്പാഞ്ജലി കഴിച്ചാണ് പുറപ്പെട്ടത്. ഈ രംഗം കണ്ടതാണ് ദേവി സതീദേവി. അപ്പാണ് ഔത്സുക്യുണ്ടായതാണ് ഇവിടെ പറയണത്. ദൃഷ്ട്വാ സുനലയാഭ്യാസേ ലോലാക്ഷ്യമൃഷ്ടകുണ്ടല പതിം ഭൂതപതിം ദേവം ഔത്സുക്യാൽ അഭ്യഭാഷത. ഈ സതീദേവിക്ക് ഔത്സുക്യുണ്ടായതാണ്. വരാണ്ട കാരണം എന്ന് ചോദിച്ചാൽ വിമാനയാന സപ്രേഷ്ട നിഷ്കണ്ഠി സുവാസസ എന്നാണ് വ്യാസം വർണ്ണിച്ചത്. എന്താ ഉപദേവസ്ത്രീകളെയാണ് നോട്ടം വെച്ചത്. ഇതാണ് സതീദേവി. അല്ലെങ്കിൽ ഒരു പെണ്ണ് ആദ്യം ഒരു പെണ്ണിനെ അല്ലാണ്ട് നോക്കില്ലല്ലോ. നോക്കിയപ്പോൾ എന്താ കഥ എന്നറിയോ? കഴുത്തിൽ മുഴുവൻ ആഭരണങ്ങൾ, നിഷ്കണ്ഠി സുവാസസ. അത് നല്ല ഒന്നാന്തര പട്ടുസാരിയാണ് കൊടുത്തേക്കണത്. അപ്പം സതിക്ക് അതുകൊണ്ട് ഔത്സുക്യുണ്ട. എന്താ അങ്ങനെയൊക്കെ വേഷഭൂഷമൊക്കെ ആയിട്ട് പുറപ്പെടണമെങ്കിൽ 10 ആൾ പങ്കെടുക്കുന്ന സ്ഥലത്തേക്കാണ് പോണത്. തീരുമാനം ഇതാണ്. ആ വേഷഭൂഷങ്ങളെ കൊണ്ടുണ്ട ഔത്സുക്യം കൊണ്ടാണ് മഹാദേവന് ചോദിക്കാം, ഇവരൊക്കെ ഇപ്പം എങ്ങടാ പുറപ്പെട്ടിരിക്കുന്നത്? അപ്പോഴാ പറഞ്ഞത്, നിൻ്റെ ജന്മഗൃഹത്തിൽ യാഗം നിശ്ചയിച്ചിരിക്കുകയാണ്, നടക്കണു. എന്നിട്ട് ഇവിടെ ക്ഷണം ഉണ്ടാവില്ല. അരുദ്രഭാഗം എന്നെ നിന്ദിക്കൽ മാത്രം ലക്ഷ്യമാണ്. അപ്പം എന്നെ എങ്ങനെയാണ് ക്ഷണം കിട്ടുക എന്നൊക്കെ മഹാദേവൻ പണ്ടുണ്ടായ സംഭവതകളൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു. അപ്പോൾ ഭർത്താവിനെ നിന്ദിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാനും പോണില്ല എന്നല്ലേ പറയേണ്ടത്. പക്ഷെ ഇവിടെ പറയണത് ഇപ്പം ദേവി എന്നുള്ള ആ ഭാവമൊക്കെ ഇങ്ങോട്ട് മാറി സാധാരണ സ്ത്രീയെ പോലെ ഇങ്ങനെ പറയാൻ പുറപ്പെട്ടുതാം. എന്താ എന്നാലും താതനല്ലേ പുനരവിടെ നടക്കുന്നതും യാഗമല്ലേ. അല്ല
അങ്ങ് തന്നെ പറയാറുണ്ടല്ലോ, സൽക്കർമ്മങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി പങ്കെടുക്കണം എന്നല്ലേ, അല്ലാണ്ട് ക്ഷണം കിട്ടിയില്ല അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. മള്ളിയൊരു ഭാഗവത സത്രം നടക്കണു, ക്ഷണം കിട്ടിയിട്ടില്ല, അങ്ങനെയല്ല, ക്ഷണിക്കണ്ട, നമ്മൾ ചെല്ലടത്താം ആണല്ലോ. രാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്, ശർക്കര പൊട്ട് എവിടെയെങ്കിലും വീണാൽ ഉറുമ്പുകളെ വന്ന് നക്കനട്ടോ എന്ന് വിളംബരം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതാണ് വേണമെങ്കിൽ വന്നോളൂ, അതല്ലേ, അല്ലാണ്ട് ക്ഷണം നോക്കണ്ട, അതല്ലേ. ഗുരുനാഥൻ്റെ ഗ്രഹത്തിലേക്ക്, അതേപോലെ ഭർത്തൃഗ്രഹത്തിലേക്ക് ഭാര്യയ്ക്ക് ക്ഷണം നോക്കണ്ട. സ്വന്തം ജന്മം നൽകിയ തറവാട്ടിലേക്ക് ക്ഷണം നോക്കേണ്ട കാര്യമില്ല, കയറിച്ചെല്ലാം. അല്ലേ പരശുരാമൻ കൊടുത്തത് ഗണപതിയുടെ കൊമ്പിനിട്ട്, എന്താ ഗുരുനാഥനെ കാണാൻ വന്നപ്പോൾ തടസ്സം ചെയ്ത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അറിയാലോ. അതാണ് ശിഷ്യൻ ചെയ്തതു വീരധർമ്മം എന്നല്ലേ മഹാദേവൻ മറുപടി പറഞ്ഞത്. എന്താ അവൻ ക്ഷത്രിയനല്ലേ, ധർമ്മമാണ് ചെയ്തത്. എന്താ ഗുരുനാഥനെ കാണാൻ പുറപ്പെടുമ്പോൾ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, നിയമമല്ലേ. അപ്പോൾ ഇവിടെ ജന്മഗ്രഹത്തിലല്ലേ, അതിന് ക്ഷണം നോക്കണോ, പുറപ്പെടല്ലേ വേണ്ടതെന്ന് പറഞ്ഞ് സതീദേവി കൈലാസത്തിൽ നിന്ന് ഇറങ്ങി ആ കവാടം വരെ വരുന്ന അപ്പോഴാ തിരിഞ്ഞു നോക്കിയത്, മഹാദേവനൊപ്പം ഇല്ല എന്ന് കണ്ട സങ്കടം. അയ്യോ അർത്ഥമത നിജാം പ്രിയ, മൈത്രേയൻ പറയാ, ഇങ്ങട് ആവശ്യപ്പെടാണ്ട് ശരീരത്തെ പകുത്ത് അങ്ങോട്ട് കൊടുക്കാനുണ്ടായത് കൊണ്ട് പിരിഞ്ഞു പോകാൻ വയ്യാന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് ഓടി ഇങ്ങോട്ട് പോരുതാം. എന്നിട്ടോ മഹാദേവൻ്റെ അടുത്ത് വന്നിരിക്കും. അവിടെ ഇരിക്കുമ്പോൾ ആണ് ജ്വരം തുടങ്ങി. ഷോ യാഗത്തിന് പോണ്ടേ എന്ന് തോന്നി അവിടുന്ന് ഇറങ്ങി. നിഷ്ക്രാമതി നിർവിശതി സതി. ഇവിടെ സംശയമുണ്ട് മൈത്രേയന്, 2 സതിമാരുണ്ടോയെന്ന് സംശയം. ചുണ്ടിയെടുത്ത് ഇറങ്ങി പോവുക, പെരിയാമയ്യ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരിക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പല പ്രാവശ്യമായപ്പോൾ മഹാദേവന് കാര്യം മനസ്സിലായി. ശിവപുരാണത്തിൽ പറയണത് മഹാദേവനറിയാം എന്താ സതീദേവി പിരിഞ്ഞു പോവാണ് നിശ്ചയമുണ്ടെന്നാലും അവിടുന്ന് മനുഷ്യനാട്യമായിട്ട് ഉപദേശിക്കാൻ തീരുമാനിച്ചു. അല്ല അപ്പം നീ ഇപ്പോൾ പുറപ്പെടുമ്പോഴേ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കൂടി നിന്നെ കേമായിട്ട് സ്വീകരിക്കുന്നൊക്കെയാണ് വിചാരം എങ്കിൽ അങ്ങനെ വേണമെന്നില്ലാതാണ്. തിക്തമായിട്ട് അനുഭവങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കിടത്താം. ഇതാണ് ഉപദേശം, വളരെ കറക്റ്റാണ്. എന്താ അവിടെ ചെല്ലുമ്പോൾ തിക്തമായിട്ട് ഒന്നാണ് എങ്കിൽ അത് വളരെ സൂക്ഷിക്കേണ്ട ഒന്നാം. ഇവിടെ പറഞ്ഞത് തദാരിഭിർന്ന വ്യഥദേശിലീമുഖൈ സേദർജിതാംഗോ ഹൃദയേന ദൂയത സ്വാനാമത വക്രതിയാം ദുരുക്തുഭി ദിവാദിസം തപ്യതി മർമ്മദാടിത. ശത്രുക്കളയക്കണ കുരമ്പനേക്കാൾ ശക്തി ബന്ധുമിത്രാദികളുടെ കുത്തുവാക്കിനുണ്ട്, സൂക്ഷിക്കണം. എന്താ ശത്രുക്കളയക്കണ കുരമ്പുകൾ ശരീരത്തെയാണ് മുറിപ്പെടുത്തുക. അത് കുറച്ച് ദിവസം ക്ലിനിക്കിൽ പോയി ഡ്രസ്സ് ചെയ്താൽ നേരാവണ്ണാവില്ല എന്നാണ് ചോദ്യം. അത് പഴയ പോലെ ആയിട്ട് കിട്ടും. പക്ഷേ ബന്ധുമിത്ര സ്വാനാം യഥാ വക്രതയാം ദുരുക്തുഭീം, ഇതാണ് സ്വന്തക്കാരുടെ കുത്തുവാക്ക്. ഹൃദയേന ദൂയത, അത് ഹൃദയത്തിലല്ലേ കൊള്ളുക, അത് അപകടമാണ്. അപ്പോൾ ശത്രുക്കളുടെ കുരമ്പുകളൊക്കെ ശക്തി സ്വന്തക്കാരുടെ കുത്തുവാക്കിനുണ്ട്. അല്ല ചിലത് പറഞ്ഞ കേട്ടില്ലേ, എന്തായാലും ഞാൻ അവൾ പറഞ്ഞ കാര്യം ചത്താലും മറക്കില്ലടീ ശരിയത്. ഹൃദയേനത് ഉയതാ, അത് കൊള്ളണത് ഹൃദയത്തിലാണ്. മറ്റേ മുറിവിനേക്കാൾ ശക്തി കൂട്ടും. അങ്ങനെ വന്നാൽ മരണായ കൽപ്പതേ എന്ന് പറഞ്ഞ് നിർത്താം. ചിലപ്പോൾ മരണം കൂടി വേണ്ടി വന്നേക്കാം എന്ന് പറഞ്ഞു. പിന്നെ വിരരാമശങ്കര ഒരക്ഷരം മിണ്ടിയിട്ടില്ലാതാം. ഇത്രയും പറയാ. ശങ്കരൻ ശം കരോതി ഇത് ശങ്കരശബ്ദ എന്നാണ് വ്യാഖ്യാനം. ശം എന്നുവെച്ചാൽ മംഗളം എന്നാണ് അർത്ഥം. മംഗളം ഭവിക്കട്ടെ നിലയിൽ ഒരക്ഷരം മിണ്ടാണ്ടിരുന്നു. എന്താ അവിടെ ചോദ്യമുണ്ട്. ഈ സതീദേവിയുടെ ദേഹോത്സർഗം വേണമെങ്കിൽ ഇപ്പോൾ കൈലാസത്തിൽ വെച്ചാവായിരുന്നു. മഹാദേവൻ നിശ്ചയിച്ചു ഇതാണ് ഇവിടെ വേണ്ട. എന്താ അത് കൈലാസത്തിൽ വെച്ചായിരുന്നു സതീദേവിയുടെ ദേഹോത്സർഗമെങ്കിൽ ദക്ഷനെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് കണ്ണടയ്ക്കുക അല്ലേ. അവിടെ ചെല്ലുമ്പോൾ ഓർക്കണേ ആരെയാ? ശിവനെയാണ്. എന്താ പറഞ്ഞതല്ലേ പോണ്ട, എന്ത് എടുത്തിയാടി പോന്നതല്ലേ. അപ്പോൾ സ്മരണ ആരെക്കുറിച്ചാ? ശിവനെക്കുറിച്ചല്ലേ. അപ്പോൾ ശിവനെക്കുറിച്ച് സ്മരിച്ചാൽ ശിവമായിട്ട് തന്നെയാണ് മാറുക, സംശയമൊന്നുമില്ല. ഇതാണൊരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അത് മഹാദേവൻ്റെ സൂത്രമായിരുന്നു. എന്താ പാർവതിയായിട്ട് അടുത്ത ജന്മത്തിൽ ഇങ്ങോട്ട് കിട്ടുക തന്നെ വേണം, സംശയം കൊണ്ട്. ദേഹോത്സർഗം അവിടെ ആയിക്കോട്ടെ നിശ്ചയിച്ചു, അവിടെ വേണ്ട നിശ്ചയിച്ചതാണ്. വിരരാമ ശങ്കര
അവിടെ വേണമെങ്കിൽ ശിവ എന്ന് പറഞ്ഞാൽ മതി, പറഞ്ഞില്ല. ശങ്കര ശങ്കരോതി, ദേവിക്കെല്ലാം മംഗളും ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഒരു അക്ഷരം മിണ്ടാണ്ടിരുന്നു. ആ മഹാദേവൻ്റെ മൗനത്തിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കാനൊന്നും സതീദേവിക്ക് അപ്പം പറ്റിയില്ല എന്നാണ്. എന്താ കാരണം? രണ്ട് വികാരങ്ങൾ സതീദേവിയുടെ മനസ്സിനെ മഥനം ചെയ്തു. രോഷേണ ശോകേന ദൂയതാഹൃദ, രണ്ട് വികാരങ്ങളാണ്. ഒന്ന് ഭർത്താവ് തന്നെ കൊണ്ടുപോണില്ല എന്നുള്ള ദേഷ്യം, പിന്നെയോ ശോകം. എന്താ അത്? ബന്ധുമിത്രാദികളെയൊക്കെ കാണാൻ പറ്റിയ അവസരമല്ലേ, അവരെ പിരിഞ്ഞിരുന്ന കൊണ്ടുള്ള ശോകം, ദുഃഖം. അപ്പം രണ്ട് വികാരങ്ങൾ ഈ ദേവിയുടെ മനസ്സിനെ അങ്ങോട്ട് മനനം ചെയ്തപ്പോൾ എന്തായി? വികാരം വന്നാൽ വിചാരം പോവും. രാമദേവൻ പറയണില്ലേ, കാമം വന്നാൽ രാമൻ പോവും, അത് ഉറപ്പല്ലേ? അപ്പോൾ വല്ലാണ്ട് വികാരം വന്നപ്പോൾ എന്തായി? മഹാദേവൻ്റെ വാക്കിനെയൊന്നും ഉൾക്കൊള്ളാൻ തോന്നിയില്ല. നമുക്ക് തന്നെ പ്രശ്നം. ഇപ്പോൾ സന്ധ്യയായപ്പോൾ അമ്പലത്തിൽ മറ്റേ ആരുമില്ല. എന്താ കാരണം? TV സീരിയൽ അയ്യോ ദേവരെ കണ്ടില്ലെങ്കിലും വേണ്ടില്ല, അതാണ് അല്ലേ? അതാണ് കാമം വന്നാൽ രാമം പോയി, അതാണ് വികാരം വന്നാൽ വിചാരം പോയി, സ്മരണവും സംശയമൊന്നുമില്ല. അതുകൊണ്ട് എന്തായി? ആ മഹാദേവൻ്റെ വാക്ക് മനസ്സാക്കാണ്ട് എടുത്തിയാടി പുറപ്പെട്ടുതാ. വേദകോശങ്ങളൊക്കെ ആയിട്ട് കാണപ്പെടുത്ത എഴുന്നള്ളിപ്പായി യാഗശാലയിൽ എത്തിക്കൽ കഴിഞ്ഞു. അവിടെ സഹോദരിമാരൊക്കെ കൈമാറി സ്വീകരിക്കലൊക്കെ ഉണ്ടായിതാ. പക്ഷേ അവിടെ അച്ഛൻ്റെ പെരുമാറ്റം ഉള്ളിൽ തട്ടിയതാണ്. വന്ന് കയറിയേക്കണു ഇവളേക്ക് ഇപ്പം ആരാ ക്ഷണിച്ചതാവോ? ഓഹോ, ഇനിയിപ്പോൾ ആ പാമ്പിൽ കഴുത്തിട്ട ആൾ, കഴുത്തിൽ പാമ്പനിട്ട ആളും ഉണ്ടാവും കൂടെ എന്നൊക്കെ നിലയിൽ അവജ്ഞയായിട്ടൊരു നോട്ടം ഉണ്ടായതാണ്. വ്യാഖ്യാനത്തിൽ പറയണത് ഒരു സ്ത്രീക്ക് അമ്മയുടെ അവജ്ഞയെ, അപമാനത്തെ ക്ഷമിക്കും എന്നാണ്. അച്ഛനുണ്ടാകണ പെരുമാറ്റത്തിലെ അപമാനം ഒരു സ്ത്രീ ഒരിക്കലും സഹിക്കില്ല. ശരിയാണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പാണായി പോയില്ലേ? ആണ്, നിയമം അങ്ങനെയാണ്. കാരണം അമ്മയിൽ നിന്നുള്ള അപമാനം ക്ഷമിക്കുക, പക്ഷേ അച്ഛനിൽ നിന്നുള്ള അപമാനത്തെ ഒരു സ്ത്രീക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ആണ് അച്ഛൻ ഒന്ന് ഗവനിക്കേണ്ടേ ഉണ്ടായില്ല, വന്ന് കയറിയേക്കണ ഇവിടെയൊക്കെ ആരാ ക്ഷണിച്ചേക്കണത്? ആ നോട്ടം ഉള്ളിൽ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പം തോന്നി മഹാദേവനെയാണ് ഓർത്തതേ, പോകണ്ട എന്ന് പറഞ്ഞ് എടുത്തിയാടി ഇങ്ങോട്ട് പോരല്ലേ ഉണ്ടായത്, വേണ്ടിയില്ല നിലയിൽ. അപ്പം മഹാദേവനെ സ്മരിക്കൽ കഴിഞ്ഞൂതാ. പോരാ, നോക്കുമ്പോൾ ദക്ഷിണാമൂർത്തിക്ക് വേണ്ടി സങ്കല്പം കൂടി കാണാനില്ല എന്ന് വന്നപ്പോൾ ദേവിക്ക് സംശയമായി. ചിലപ്പോൾ മറന്നുപോയി എന്ന് വരാലോ. അങ്ങനെയാണെങ്കിൽ കണ്ണടക്കരുത്, അത് വേണ്ടോണം ധരിപ്പിക്കിടന്നാം. അതിലൊരു സ്ത്രീ കണ്ണടച്ച കാരണമാണ് തറവാട് കുളം തോണ്ടിയത്. ആരാ? ഗാന്ധാരി. ഒറ്റൊരുത്തി കാരണം തറവാട് കുളം തോണ്ടിയത്, വെറുതെ അല്ല. അപ്പോൾ തെറ്റ് കണ്ടാൽ ചിലർ പറയുന്നത് ഈ കുട്ടികളെയൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ ശ്രദ്ധിക്കണം, തെറ്റ് കണ്ട അപ്പം തിരുത്തിക്കണം. അല്ലാണ്ട് സാരല്ലാച്ച് വളം വെച്ച് കൊടുത്താൽ അവൻ നമ്മുടെ തലയിൽ കയറി പറിക്കും. ഉറപ്പല്ലേ? അത് അവനറിയില്ലല്ലോ. അപ്പോൾ തെറ്റ് തിരുത്തിക്കണം, അത് തന്നെ നിയമം. അപ്പോൾ ഇവിടെ ദേവിക്ക് തോന്നി അറിയാണ്ടാണെങ്കിൽ അറിവുള്ളവർ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം, മാറ്റമില്ല. നിലയിലാണ് യാഗശാലയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. മണ്ഡപത്തിൽ കയറി മഹാദേവൻ്റെ മഹാത്മ്യം, മഹാദേവൻ്റെ വിഭൂതിയുടെ മഹാത്മ്യം, അവിടുത്തെ നാമത്തിൻ്റെ മഹാത്മ്യമൊക്കെയാണ് പ്രസംഗിച്ചത്. യദ്വക്ഷരം നാമ ഗിരേരിതം നൃണാം സകൽ പ്രസംഗാൽ അഖമാശുഹന്തിതൽ പവിത്രകീർത്തിം തമലങ്ക്യശാസനം ഭവാനഹോ ദ്വേഷ്ടി ശിവം ശിവേതര. യാതൊരാൾ രണ്ടക്ഷരം ശിവ, രണ്ടക്ഷരമല്ലേ ഉള്ളൂ, അറിഞ്ഞു വയ്ക്കണമെന്നില്ല. അറിയാണ്ട് നാമം മുമ്പത്ത് വന്നാൽ തന്നെ പാപം ഇല്ലാണ്ടാവും, അത്ര ശക്തിയാണ് ശിവനാമത്തിനല്ലേ. ചണ്ടാളസ്ത്രീയുടെ കഥ പ്രസിദ്ധമല്ലേ? കുളത്തിന് ചോട്ടിൽ ശിവരാത്രിയുടെ അന്ന് ജലപാനം കൂടി ഇല്ലാണ്ട് അവൾ വായം പൊളിച്ച് കിടന്നുറങ്ങിയെന്നാണ് കഥ. കാറ്റൂതിയപ്പോൾ 2 കൂളത്തല അവളുടെ വായിൽ വന്ന് വീണു. വായം പൊളിച്ച് കിടക്കല്ലേ, കടിച്ചുപ്പാണ്, കാച്ചട്ട് വയ്യ. ശിവശിവ ഒരൊറ്റ തുപ്പ്. ചെന്ന് വീണത് എവിടെയാണെന്നറിയോ? ശിവലിംഗത്തുമ്മ തൊട്ടടുത്ത്. മഹാദേവൻ തോന്നി മേശാന്തി ലീവാണ്, അഭിഷേകം മുടങ്ങുമോ ശിവരാത്രിക്ക് എന്ന് വിചാരിച്ചപ്പോഴാണ് ദേ കുവളത്തെ കൊണ്ട് അഭിഷേകം. അപ്പം ടിക്കറ്റ് വികാലാൻ്റെ അല്ല, നേരെ വൈകുണ്ഠത്തിലേക്ക് വിട്ടുതാ. മനസ്സിലായില്ലേ? നാളെ ഇപ്പോൾ ശിവലിംഗം തപ്പി എടുക്കില്ലേ നിങ്ങൾ? തുപ്പാൽ വൈകുണ്ഠത്തിൽ പോകാലോ എന്നല്ല, അർത്ഥവാദം. ഇതൊക്കെ അർത്ഥവാദം.
ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഥയായിട്ട് പറഞ്ഞു എന്നല്ലാണ്ട് കഥകൾക്ക് പ്രമാണിത്വമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അതിൽ കൂടിയിട്ട് തത്വജ്ഞാനം വരുത്താണ് ആവശ്യം. അതല്ലേ കഥായിമാസ്തേ കഥിതാഹ എന്ന് അവസാനം പറയണില്ലേ, അതൊരു ഉപാധിയാണ്, ഉപായങ്ങളല്ല. അപ്പം അറിയാണ്ട് ശിവ എന്ന് ഉച്ചരിച്ചില്ലേ എന്നാണ് അവള്. അതല്ലേ ജലപാനം കൂടി ഇല്ലാണ്ട് വ്രതം ഇഷ്ടില്ലേ ശിവരാത്രി വ്രതം, അതുകൊണ്ടാണ്. അപ്പം അത്ര മഹത്വം അറിയാണ്ട് ഉച്ചരിച്ചെങ്കിൽ കിംപുര ശ്രദ്ധയാ, അറിഞ്ഞു വെച്ചാൽ പറയാനുണ്ടോയെന്ന് ചോദ്യമല്ലേ. ഈ മഹാദേവനൊരു നിയമമുണ്ട്, അലങ്ക്യസാധനം ത്രിമൂർത്തികളിൽ അവിടുന്ന് തീരുമാനമെടുത്ത എല്ലാവരും അംഗീകരിക്കില്ലേ. അല്ലേ മാർക്കണ്ഡേയൻ്റെ കഥ പ്രസിദ്ധല്ലേ, തപ്രംകോട്ടപ്പനെ ഭജിച്ച ആളല്ലേ. കാലിനെ കണ്ട് പേടിച്ച് ബിംബത്തിൽ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കരഞ്ഞപ്പാണ്. എന്താ അപ്പം നോക്കിയപ്പാണ് സമയമായി കൊണ്ടുപോകാൻ വന്നത് ആ കാലം. അപ്പാണ് ശൂലെടുത്ത് അങ്ങോട്ട് തിരുത്തി, എന്നും 16 വയസ്സ് ദുഷ്ടവരേഷം, ഇനി കാലം വരരുത്. അപ്പം ബ്രഹ്മാവ് ചോദിച്ചിട്ടില്ല, ഞാൻ നിശ്ചയത്തിൽ ലംഘിക്കാന്താധികാരം ചോദ്യമില്ല. അവിടെ തീരുമാനിച്ച് എല്ലാവരും അംഗീകരിക്കുന്നതാണ് പ്രഭാവം. കാലനെ കോർത്ത ശൂലല്ലേ മഹാദേവൻ്റെ കൈവശരിക്കണത്. അവിടുത്തെ വിഭൂതിക്ക് മഹാത്മ്യമുണ്ട്. നൃത്തം കഴിഞ്ഞ് പോകുമ്പോൾ വിഭൂതി ധരിക്കാൻ വേണ്ടിയിട്ടുള്ള പറയുന്നുണ്ട്. ശ്മശാനത്തിൽ കിടന്ന് മാല ഭസ്മം തലയോട് ഇതൊക്കെ അലങ്കാരമുള്ള മഹാദേവന്. അങ്ങനെ നൃത്തം കഴിയുമ്പോൾ ആ ഭസ്മം അങ്ങനെ ധൂളികൾ വീഴുതാം. അത് കൈകൊണ്ടെടുത്ത് തൊടണോ സംശയം ദേവന്മാർക്ക്. എന്താ അത് കൈകൊണ്ട് തൊട്ടാൽ ശുദ്ധം മാറും സംശയം. എന്നിട്ടോ അവർ കിടന്നങ്ങോട്ട് ഉരുളും, ഡയറക്റ്റ് നേരിട്ടങ്ങോട്ട് ധരിക്കുക. അത്ര മഹത്വമാണ് മഹാദേവൻ്റെ വിഭൂതിക്കേതാം അല്ലേ. ഭസ്മധാരണം ഹിന്ദുവിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാം, വളരെ പ്രധാനപ്പെട്ടല്ലേ. ഭസ്മം തൊടാതെ നെറ്റി, ശിവൻ്റെ അമ്പലമില്ലാത്ത ഗ്രാമമൊക്കെ വർജിക്കണം എന്നല്ലേ. ഈ മരണസമയത്ത് ഈ ശവം നിലത്തിറക്കുന്നതിന് മുമ്പ് ഭസ്മം തൊടിയിട്ടല്ലേ നിലത്തിറക്കുന്നത് അല്ലേ. എന്താ ഭസ്മം തൊട്ടവരെ നരക ഡിപ്പാർട്ട്മെൻറ്റ് കയറ്റരുത് എന്ന് കൽപ്പനയുണ്ട് ധർമ്മരാജാവിൻ്റെ. അതുകൊണ്ടാണ് ഇത് ഒടിയിക്കണത്. എന്നാലും ചാടി നരകത്തിൽ പോണ ആൾക്കാരുണ്ട്, ആലോചിച്ച് നോക്കുക അല്ലേ. അപ്പോൾ ഭസ്മധാർത്ഥം വളരെ വിശേഷം. അപ്പോൾ ശബരിമലയിൽ അയ്യപ്പൻ്റെ വിഭൂതിയില്ലേ, 5 മാസം നട തുറന്നിരിക്കുകയാണല്ലോ മാസപൂജയ്ക്ക്. അത് കഴിഞ്ഞാൽ ഭസ്മം ഇട്ടങ്ങോട്ട് മൂടല്ലേ അയ്യപ്പനെ, മൂട് ഭസ്മം. ഡയറക്റ്റായിട്ട് അയ്യപ്പനായിട്ട് ബന്ധപ്പെട്ട 2 സാധനമാണ് ശബരിമലയിൽ. ഒന്ന് മൂട് ഭസ്മം, പിന്നെ അഭിഷേകം നെയ്യ്. ബാക്കിയൊന്നും ഡയറക്റ്റ് ഇല്ല. ഇതാ 25 ദിവസമാണ് മൂടി കിടക്കുന്നത്. അതിന് ശക്തി എത്രയാണെന്ന് പറയാൻ വയ്യ. അപ്പോൾ അത്രേ മഹാത്മ്യം ഭസ്മധാരണത്തിനുണ്ട്. അങ്ങനെയുള്ള മഹാദേവനെ നിന്ദിക്കേ, എത്ര മഹാപാപ തെറ്റല്ലേ. പ്രസംഗം കേമായത് ആരും ശ്രദ്ധിച്ചില്ല. അപ്പോൾ ദേവിക്ക് സങ്കടമായി. എന്നാ ഇനി ദാക്ഷായണി എന്ന പേരും പറഞ്ഞ് കൈലാസത്തിലേക്ക് പോകുകയല്ല ഭേദം നിശ്ചയിച്ച് ആ യാഗശാലയുടെ മധ്യത്തിൽ ചമ്മരം പടിഞ്ഞിരുന്ന് ഉള്ളിൽ നിന്ന് യോഗാഗ്നിയെ സൃഷ്ടിച്ച് ആ അഗ്നിക്ക് സമർപ്പണം ചെയ്തു. പ്രജ്വാല സമാധിജാഗ്നിന നാം എന്നുവെച്ചാൽ അഗ്നിയും താനും ഒന്നായിട്ട് മാറി. ഇതാണ് താതാത്മ്യം പ്രാപിക്കുക എന്നാണ് പറയുക. രണ്ടും രണ്ടല്ല, ഒന്നായിട്ട് ത്യജിക്കുക. അല്ലാണ്ട് പെട്രോൾ ഒഴിച്ചു കൊടുത്തി ആത്മഹത്യ അല്ല എന്നർത്ഥം. നേരെ മറിച്ച് രണ്ടില്ലാത്ത നിലയിലേക്ക് ഉത്സർഗം നടത്തിയതാണ്. അപ്പോൾ യുദ്ധത്തിനായിട്ട് കുറേ പേര് വന്നു. മൃഗമഹർഷി അപചാരം ചെയ്തവരെയൊക്കെ ഓടിച്ചു. കൈലാസ് ഇവരെ പറഞ്ഞു, ജടപടിച്ച് തലത്തടിച്ച് വിലപത്രപരമാളെ സൃഷ്ടിച്ച് ആ ശൂലം എടുത്ത് കൊടുത്ത് കൽപ്പിച്ചു, ദക്ഷം സയജ്ഞം ജഹി മത്പടാനാം, യാഗശാലയോട് കൂടിയിട്ട് ദക്ഷിണയെ നശിപ്പിച്ചും കൊണ്ട് വന്നോളൂ എന്ന കൽപ്പനയായിട്ട് ആ വീരഭദ്രൻ്റെ നേതൃത്വത്തിൽ ശിവഭൂതഗണങ്ങൾ വന്നങ്ങോട്ട് പ്രവേശിച്ചു. താം ശിവസേനയാണ് വന്നേക്കണത്. ഇനി ബാക്കി പറയാനുണ്ടോ? ശിവനിന്ദ ചെയ്തവരെയൊക്കെ വൈകല്യം വരുത്തിയതാ. ചിലരുടെ കണ്ണുരുട്ടി കാണിച്ചു, അവിടെ കണ്ണ് ചുഴുതെടുത്ത് ദക്ഷിണാഗ്നിയെ കൊണ്ടാർ സമർപ്പിക്കുക. ചിലർ പല്ലടിച്ച് കാണിച്ചു, പല്ലടിച്ചങ്ങോട്ട് തെറിപ്പിക്കുക. അങ്ങനെ വൈകല്യം പറ്റിയപ്പോഴാണ് ദക്ഷൻ്റെ ശിരസ് മിഠായി ഭരണിയുടെ കടപ്പ് ഇങ്ങനെ തിരിച്ചെടുക്കണ പോലെയാണ് പിഴുതെടുത്ത് ദക്ഷിണാഗ്നിക്ക് കൊണ്ട് സമർപ്പിച്ചു. എന്ന് വെച്ചാൽ യാഗശാലയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഹോമകുണ്ടാണ് ദക്ഷിണാഗ്നി. 4 കുണ്ടാണ് പ്രധാനപ്പെട്ടത്. അതിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഹോമകുണ്ടം അതാണ് ദക്ഷിണാഗ്നി. ഈ യാഗത്തിൻ്റെ വേസ്റ്റ് കൊണ്ടുവരുന്ന സ്ഥലമാണ്. അതാണ് ഇപ്പോൾ ദക്ഷൻ്റെ തലമണ്ട വേസ്റ്റാണ്. അവിടെ കൊണ്ടിട്ട് യാഗശാലയ്ക്ക് തീയും കൊടുത്ത് ശംഭോ രുദ്ര മഹാദേവ ഹര ഹര രുദ്ര മഹാദേവ നാമഘോഷമായി കൈലാസത്തിലേക്ക് മടങ്ങി. ഇപ്പം എന്തായി? ദേവന്മാർക്ക് വരെ വികലാംഗത്വമായി. ബ്രഹ്മാവനെ ചെന്ന് കണ്ടു. ബ്രഹ്മദേവൻ പറഞ്ഞു, ശിവനിന്ദയ്ക്ക് പരിഹാരം ശിവൻ്റെ കാക്കൽ വീഴ, വേറെ ഒരു പരിഹാരമില്ല. അങ്ങനെയാണ് കൈലാസ
മാനസരോവര യാത്ര ഫസ്റ്റ് ട്രിപ്പ് നടത്തിയത് ബ്രഹ്മദേവനാണ്. ഈ വികലാംഗ ദേവന്മാരെ കൂട്ടിക്കൊണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ചിന്മുദ്രയെ കൂടി ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്ന ദക്ഷിണാമൂർത്തി വക്കത്തപ്പനെ കണ്ടുതാ. ജ്ഞാനദാതാ പ്രഭാതേ, വക്കത്ത് 3 ഭാവത്തിലാണല്ലോ ദർശനം. രാവിലെ ജ്ഞാനദാതാ പ്രഭാതേ ദക്ഷിണാമൂർത്തിയായിട്ടാണെങ്കിൽ ആ ദക്ഷിണാമൂർത്തിയുടെ കാക്കൽ വീടു. കരചരണകൃതം വാ കർമ്മവാക്കായജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാതം വിദിതമിതം വാ സർവമേതമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. കാരുണ്യം കൊണ്ട് കണ്ണ് നിറഞ്ഞു മഹാദേവൻ്റെ. പക്ഷെ ഭാഗ്യ അനുഗ്രഹങ്ങൾ കൊടുത്തു. കണ്ണില്ലാത്തതുകൊണ്ട് പറഞ്ഞു ആരുടെയും കൈപിടിച്ച് നടക്കേ നിർത്തിയുള്ളൂ. അല്ല പല്ല് പോയവർക്കോ ആരുടെയെങ്കിലും വായിലേക്ക് ഉപ്പേരിട്ട് കൊടുക്കുക, ചവച്ചടച്ച് വാങ്ങി കഴിച്ചോളാം. ഇങ്ങനെ വികലാംഗർക്ക് ഭാഗ്യ അനുഗ്രഹങ്ങൾ കൊടുത്തു. ഇതാ അപ്പാണ് ദക്ഷിണക്കാർ ഓർത്തു ആടൻ്റെ ശിരസ്സായിട്ട് ജീവിക്കേണ്ട വരട്ടെ എന്നല്ലേ ശാപം. അത് ഉൾക്കൊണ്ടുകൊണ്ട് ആടൻ്റെ ശിരസ് വച്ചപ്പോൾ എന്തായി? ബസ്തമുഹോജിരാൽ തല തിരിഞ്ഞു പോയിതാം. സ്വതവേ സ്വഭാവം കൊണ്ട് തല തിരിഞ്ഞതാണ്. തല വറ്റപ്പോഴും തിരിഞ്ഞു പോയി. ബസ്തമുഹോജിരാൽ ബസ്തമുഖനായിട്ട് മാറിയതാം. ഉടുപ്പിയിൽ പറയുന്നുണ്ടല്ലോ, തൊഴുമ്പോൾ മുമ്പിൽ തൊഴുതാൽ പോരാ, പുറകിലും തൊഴണ്ടാം. എന്താ അവിടെ കേട്ടല്ലോ, പുരന്ദരദാസ് കൃഷ്ണ നീ വേഗനെ എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ തിരിഞ്ഞിരുന്നു ബിംബാന്നുള്ളൂ മറന്നുപോയത്. അമ്പലപ്പുഴയും പറയുന്നുണ്ട്, അമ്പലപ്പുഴയിൽ പുറകിൽ തൊഴേണ്ടതാണ് പൂർണ്ണമാവണമെങ്കിൽ. എന്നുവെച്ചാൽ പ്രതിഷ്ഠ സങ്കല്പത്തിൽ ദിക്ക് മാറിപ്പോയിതാണ്. അതുകൊണ്ട് പുറകിൽ തൊഴണമെന്നാണ് സങ്കല്പം. കാരണം രാജാവ് തേവാരമായിട്ട് വച്ച ബിംബാണ് കൊണ്ട് പ്രതിഷ്ഠിച്ചത്. അപ്പോൾ അവിടെ ഇരുന്ന എതിർ ദിശയിലാണ് ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കേണ്ടത്. പരിഭ്രമത്തിൽ പറ്റിയതാണ്. സ്വതവേ നിശ്ചയിച്ച ബിംബം പറ്റില്ല, അത് കണ്ടപ്പോൾ പകരം വേണമല്ലോ. അതിന് തമ്പുരാട്ടി പൂജിച്ചു കൊണ്ട ബിംബം കൊണ്ടുവന്നൂതാം. അങ്ങനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചപ്പോൾ എന്ത് പറ്റി? അത് അവിടെ ഇരുന്നതിന് നേരെ ഓപ്പോസിറ്റായി. ഇതാണ് മുമ്പിൽ കുളം, പുറകിൽ പ്രത്യേകിച്ച് അമ്പലപ്പുഴയിൽ ഇപ്പോഴും പറഞ്ഞതാണ് പുറകെ ഇങ്ങനെ വികസിക്കുക, മുമ്പ് ആവില്ലാതാണ്. അങ്ങനെയാണ്. കാരണം ഇരിക്കണ പുറകോട്ട പറ്റിയത്. അപ്പോൾ ബസ്തമുഹോജിരാൽ തല തിരിഞ്ഞു പോയിതാണ്. ആ ദക്ഷൻ സ്തുതിച്ചു. അപ്പോഴാണ് യാഗമൊക്കെ വൈകല്യമായിട്ട് കിടക്കല്ലേ, അത് പൂർത്തീകരിക്കണമെങ്കിൽ വിഷ്ണു സാന്നിധ്യം വേണമെന്നായപ്പോൾ എല്ലാവരും കൂടി ഗുരുവായൂരപ്പനെ സേവിച്ചപ്പോൾ 8 കൈകളായിട്ട് ദർശനം കൊടുത്തു. എന്നിട്ടാണ് പറഞ്ഞത് യാഗം നല്ലതാണ്, പൂജയും വളരെ വിശേഷമാണ്. പക്ഷേ തൻ്റെ കേമത്തം കാണിക്കാൻ വേണ്ടിയിട്ടായാൽ ഇതേപോലെ തലമണ്ട തെറിക്കും. അപ്പോൾ ഏത് കർമ്മവും സമർപ്പണമാവണം. ഭാഗവത ആദ്യം പോലെ അതേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് മറ്റൊന്നല്ല. ഇതാണല്ലോ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായതി സമർപ്പയാമി തൽ ഭാഗവധർമ്മ എന്നല്ലേ നവയോഗികൾ പറഞ്ഞത്. ഈ നാരായണായതി എന്ന് പറഞ്ഞാലോ പ്രതിഫലത്തെ ചിന്തിക്കരുത്, പരാതി പറയാതെ കണ്ട് സമർപ്പിക്കണം എന്നർത്ഥം. അത് നമ്മൾ മനസ്സാക്കിയിട്ടില്ല. എന്നിട്ടാണ് കായനവാചൊക്കെ ചൊല്ലി കിഴി കൊണ്ടുവച്ചിട്ട് പറയും തിരുമേനി എൻ്റെ അവൽ കിഴി കിട്ടിയില്ല, സംഗതി അതോടുകൂടി പോയി. അതല്ല, നേരെ പറഞ്ഞ പ്രതിഫലത്തെ ചിന്തിക്കരുത്, പരാതി പറയാണ്ടുള്ള സമർപ്പണമാവണം. രാമകൃഷ്ണദേവൻ്റെ ഉദാഹരണം, ചെമ്പ് കമ്പി എവിടെ വലിച്ചു കെട്ടി ഇലക്ട്രിസിറ്റിയുടെ സർക്യൂട്ട് കണക്ഷൻ കൊടുത്താൽ അതിൽ കൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യില്ലേ കുട്ടികളെ? ആര് തൊട്ടാൽ ഷോക്കടിക്കില്ലേ? എക്സിക്യൂട്ടീവ് എഞ്ചിന് കുട്ടപ്പൻ തൊട്ടാലും ഷോക്കടിക്കും, നിയമം. പക്ഷേ ഷോക്കടി ഇതുപോലെയാണ് കർമ്മം. ആര് ചെയ്താലും കർമ്മഫലം അനുഭവിച്ച തീരും. അത് തന്ത്രി ആയാലും മന്ത്രി ആയാലും മേശാന്തി ആയാലും വ്യത്യാസമൊന്നുമില്ല, ഒരേപോലെയാണ്. കർമ്മഫലം അനുഭവിച്ചേ പോവുക, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ കർമ്മഫലം അനുഭവിക്കാണ്ടിരിക്കണമെങ്കിൽ ഒറ്റ സൂത്രം മതി. ഇതാണ്, ആ ചെമ്പ് കമ്പി ഇൻസുലേറ്റ് ചെയ്താൽ ആര് തൊട്ടാലും എവിടെ തൊട്ടാൽ ഷോക്കടിക്കില്ല. ഈ ഇൻസുലേഷനാണ് ഭക്തി സമർപ്പണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഏതും പ്രതിഫലത്തെ ചിന്തിക്കാണ്ട് സമർപ്പണമാക്കൂ, തത് ഭാഗവധർമ്മ എന്നല്ലാണ്ട് നമ്മളൊന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ ഏത് ചെയ്യുമ്പോഴും പ്രതിഫലത്തെ, അമ്മ കുട്ടിയെ നോക്കുമ്പോൾ പ്രതിഫലം ചിന്തിക്കുന്നുണ്ടോ? ഡ്രസ്സ് ചെയ്യിക്കുന്നുണ്ട്, സ്തന്യം കൊടുക്കുന്നുണ്ട്, ആഹാരം കൊടുക്കുന്നുണ്ട്, ഇല്ലേ, കുളിപ്പിക്കുന്നുണ്ട്. പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കണ്ടോ? ഞാനിതൊക്കെ ചെയ്യാൻ കാരണം എന്താ? അവൻ വലുതായ ദുബായിൽ പോയിട്ട് എനിക്ക് ചുരിദാർ കൊണ്ട് വരുമല്ലോ വിചാരിക്കണില്ല. പ്രതിഫലത്തെ ചിന്തിക്കാനുള്ള കർമ്മസമർപ്പണമാണ് ആവശ്യം. അല്ലാണ്ടായാൽ തലമണ്ട തെറിക്കെന്ന് പറഞ്ഞാൽ തിക്താനുഭവം വരുള്ളൂ. അങ്ങനെ ആവരുത്. വിധൻ ചോദിച്ചു, സതീദേവിക്ക് പിന്നെ എന്തു പറ്റി?
പൂർണ്ണ ദേഹോത്സർക്കൊന്നും വേണ്ടി വന്നില്ല. അപ്പോഴാണ് ഹിമാലയത്തിലേക്ക് എടുത്ത് കിടത്തി മഹാദേവൻ കാരുണ്യമൂർത്തിയല്ലേ, ഹിമവാന്റെ മകളായിട്ട് മേനായാം ഇത് സുസുമ തമേവ, ഇതാണ് പാർവതീദേവിയായിട്ട് വന്ന് മഹാദേവനെ തന്നെ സ്വീകരിക്കൽ കഴിഞ്ഞു. ഉമാമഹേശ്വരന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ദക്ഷയാഗം പറഞ്ഞ് നിർത്തുണ്ടായത്. ഒരിക്കലും വേർപിരിയാത്ത ദമ്പതിമാരാണ് ഉമാപരമേശ്വരന്മാരെന്ന് പറഞ്ഞത്. ഇപ്പോൾ സതീദേവിയായിട്ട് വന്നപ്പോൾ പിരിഞ്ഞു പോയെങ്കിലും സതീദേവിയുടെ അഗ്നിശുദ്ധമായിട്ട് വന്ന സങ്കല്പമാണ് പാർവതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിരിയാത്ത ദമ്പതിമാർ. അവരെ നമുക്കൊക്കെ ഉപാസിക്കാൻ ഭാഗത്ത് കിട്ടി എന്നും കൂടി സൂചിപ്പിച്ചു. അർത്ഥമനർത്ഥമായുള്ള ആപത്തിനെക്കുറിച്ച് ദക്ഷയാഗം കൊണ്ട് വർദ്ധിച്ചു. ഭാഗവത ഈ ജ്ഞാനയജ്ഞത്തിൽ വന്ന് പങ്കെടുക്കാൻ പറ്റി മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. എല്ലാവരുടെയും പൂർണ്ണാനുഗ്രഹങ്ങൾ ഈ ഉള്ളവനുണ്ടാവണം. ഭാഗവത സപദ്യ വേണ്ടോണം കൊണ്ട് നടക്കത്തക്ക രീതിയിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രം